നല്ല പിതാവേ, നല്ല സമയത്തിനായി സഭയായി അടിയങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. അങ്ങയുടെ തിരുമുഖത്തേക്ക് അങ്ങയുടെ മക്കളായ ഞങ്ങൾ നോക്കുന്നു. ഈ ആരാധനയുടെ ആദ്യ നിമിഷം മുതൽ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ച് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നതായി ഞങ്ങൾ നന്ദി പറയുകയാണ്. തുടർന്ന് അല്പനേരം കൂടെ ഞങ്ങൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ അങ്ങയുടെ മാറ്റമില്ലാത്ത ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മാനുഷിക തലങ്ങളിൽ ഒന്നും ഇവിടെ ഉയർന്നു കേൾക്കാതെ വണ്ണം ആത്മാവിൻ്റെ വലിയ ശക്തി ഇതിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മമണ്ഡലങ്ങളിൽ ദൈവം ഇതിനെ നിയന്ത്രിച്ചാട്ടെ. ദൈവശബ്ദം കേട്ട് ബലപ്പെട്ട് മടങ്ങുവാൻ, ക്രമീകരിക്കേണ്ട സ്ഥലങ്ങളിൽ ഞങ്ങൾ ക്രമീകരിച്ചു മടങ്ങുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ ഞങ്ങളെ സഭയായി ഇടയാക്കിയാട്ടെ. ശുശ്രൂഷിക്കുവാൻ അടിയെ ബലപ്പെടുത്തുമാറാകണം. കേൾവിക്കാരുടെ മനസ്സിനെ ദൈവം ഒരുക്കുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ധന്യതിരുനാമം ഈ നല്ല പകൽക്കാലം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവും ആയി നിങ്ങളുടെ മധ്യയായിരിക്കുവാൻ ദൈവം തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കാർ ഓടിച്ച് വീട്ടിൽ വരുമ്പോൾ ജിഷ എൻ്റെ മുഖത്ത് നോക്കിയ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു: ഇനി മേലാൽ എവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താടി? സാധാരണ പാസ്റ്റർമാർ പോകുന്നിടത്തെല്ലാം പാസ്റ്റർമാർ പോകണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളാണ്, നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു. എന്നോട് തിരിച്ചു നോക്കിയിട്ട് പറഞ്ഞേ, അതെ, അച്ചച്ചൻ ചിലപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ അച്ചച്ചൻ ഒരു ബോധവും ഇല്ല എന്താ സംസാരിക്കുന്നതെന്ന്. ഇതെല്ലാം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ എൻ്റെ മുഖത്തോട്ടാണ് നോക്കുന്നതെന്ന്. ചിലപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ജിഷ എന്നോട് ചോദിക്കും, ഇന്നെന്താ പ്രസംഗിച്ചതെന്ന് വല്ല അറിയാമോ എന്ന് ചോദിക്കും. ഞാൻ പറയും, ഇങ്ങനെ നിൽക്കും ബ്ലിങ്ക് അടിച്ച്. ചിലപ്പോഴൊക്കെ ആത്മാവിനാൽ നിയോഗിക്കുന്ന പോലെ ശുശ്രൂഷിക്കും. അവിടെ ചിലപ്പം എന്താ ശുശ്രൂഷിക്കുന്നതെന്നും പറയുന്നതെന്നും ചിലപ്പോൾ അറിയത്തില്ല. അതുപോലെ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ജിഷ എന്നോട് പറഞ്ഞു, അതെ, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുവാണെങ്കിൽ ചർച്ചക്കാർ മിക്കവാറും അച്ചച്ചനെ ഇറക്കി വിടുവന്നു ഇവിടുന്ന്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നിങ്ങളെ ആരെയും നോവിക്കാനും വേദനിക്കാനും ഒന്നുമല്ല ശുശ്രൂഷിക്കുന്നത്. ചിലപ്പോഴൊക്കെ ആത്മാവ് നയിക്കുന്നത് പോലെ ഇങ്ങനെ ദൈവവചനം വരും. അപ്പൻ സ്നേഹിക്കുന്നിടത്തെ കർശനമായി അപ്പൻ ശിക്ഷിക്കത്തുള്ളൂ. ദൈവം സ്നേഹിക്കുന്നിടത്തെ ദൈവിക തിരുത്തലിൻ്റെ ശുശ്രൂഷ വെളിപ്പെടത്തുള്ളൂ. നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി, ആത്മീകമായി നിങ്ങൾ മുമ്പോട്ട് വരേണ്ടതിന് വേണ്ടി കർശനമായി ദൈവിക ശുശ്രൂഷ നിങ്ങളുടെ മധ്യേ വരുന്നില്ലെങ്കിൽ ഓർത്തോണം, ഈ സഭ വിട്ട് ദൈവം പോയി കഴിഞ്ഞു എന്ന്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്ദർശനത്തിൻ്റെ ശുശ്രൂഷയും തിരുത്തലിൻ്റെ ശുശ്രൂഷയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നന്നായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞോണം. കാരണം ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ദൈവ മക്കളെ ദൈവം എപ്പോഴും മടക്കി കൊണ്ടുവന്ന് ആത്മീകമായി നിലനിർത്താനാണ് ദൈവം ശ്രമിക്കുന്നത്. മറ്റുള്ള ശുശ്രൂഷകൾ പലതും ആത്മമണ്ഡലങ്ങളിൽ വെളിപ്പെടുന്നതല്ല, പക്ഷെ തിരുത്തലിൻ്റെ ശുശ്രൂഷ ആത്മമണ്ഡലങ്ങളിൽ വെളിപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ നമ്മൾ തേടി വരുമ്പോൾ ഉണ്ടല്ലോ, ശുശ്രൂഷിക്കുന്ന ദൈവദാസനോട് പരിഭവം ഒന്നും തോന്നരുത്. അത് നിങ്ങളുടെ ദൈവദാസനായാലും വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞാലും ശരി, ആരോടും പരിഭവം തോന്നരുത്. കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളെ എല്ലാവരെയും ദൈവം ഒരുപോലെ കാണുന്നതുകൊണ്ടാണ്. നിങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ നിത്യതയിൽ ചെന്നെത്തണമെന്ന് അവന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ശുശ്രൂഷകളുടെ മുമ്പിലൊക്കെ നമ്മളെ ഇങ്ങനെ വിധേയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. എന്താ പാസ്റ്ററേ, ആരംഭമേ ശരിയല്ലല്ലോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശുശ്രൂഷനോട് ചേർന്ന് തന്നെ ഇന്ന് ശുശ്രൂഷിക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ശുശ്രൂഷിക്കാൻ താല്പര്യപ്പെട്ട കാര്യത്തിൻ്റെ ഏകദേശം ഒരു തുടക്കം പാസ്റ്റർ ഓൾറെഡി സങ്കീർത്തനത്തിൽ ഇട്ട് കഴിഞ്ഞു. അപ്പം അതിനോടൊക്കെ ചേർന്ന് തന്നെ എൻ്റെ ശുശ്രൂഷ പോകും. കഴിഞ്ഞ ദിവസങ്ങൾ ശുശ്രൂഷേൻ്റെയൊക്കെ ബാക്കിയായി ഇത് വരും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിങ്ങളെ ഈ പട്ടണത്തിൽ ദൈവം നട്ടിരിക്കുമ്പോൾ, നിങ്ങളെ ദൈവം പരിപാലിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ
നിലവാരങ്ങളിൽ കുടുംബമായി സഭയായി ഈ പട്ടണത്തിൽ ഉയരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിന് വിധേയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വലിയ ദൗത്യം നമ്മുടെ മേലിലുണ്ട് എന്ന നല്ല ബോധ്യത്തോടെ നമ്മൾ ദൈവസനിലായിരിക്കണം. എല്ലാവരുടെയും ശ്രദ്ധ യെശയ്യാ പുസ്തകം 62-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അതിൻ്റെ 6ഉം 7ഉം അതിൻ്റെ 10ഉം 11ഉം. യെശയ്യാ പുസ്തകം 62-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അതിൻ്റെ 6ഉം 7ഉം അതിൻ്റെ 10ഉം 11ഉം. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ 6ഉം 7ഉം. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. ഇനി അതിന്റെ 10ഉം 11ഉം. കടപ്പീൻ, വാതിൽക്കൽ കൂടി കടപ്പീൻ, ജനത്തിന് വഴിയൊരുക്കുവീൻ, നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ, കല്ല് പിറക്കി കളയുവീൻ, ജാതികൾക്കായി ഒരു കൊടി ഉയർത്തുവീൻ. ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട്. ഇതാ നിന്റെ രക്ഷ വരുന്നു. യെശയ്യാ പുസ്തകം 62-ാം അധ്യായം. യെശയ്യാ പുസ്തകം നമുക്ക് 3ആയി തിരിക്കാൻ പറ്റും. 3 ഘട്ടങ്ങളായി യെശയ്യാ പുസ്തകം രചിക്കപ്പെടുന്നു. 3 തലങ്ങളിൽ യെശയ്യാ പുസ്തകം നമുക്ക് തിരിക്കുവാൻ പറ്റും. 1 മുതൽ 39-ാമത്തെ അധ്യായം വരെ വരുവാനുള്ള വലിയ ന്യായവിധിയെ കുറിച്ച് ഉള്ള സന്ദേശം യെശയ്യാവിൽ കൂടെ യഹൂദയിലേക്കും ഇസ്രായേലിലേക്കും കടന്നു വരികയാണ്. പ്രവചന പുസ്തകം 40-ാം അധ്യായം മുതൽ 55-ാം അധ്യായം വരെ പ്രവാസത്തിൽ ഇരിക്കുന്ന അല്ലെ എക്സൈലിൽ ഇരിക്കുന്ന ഈ ജനത്തെ നോക്കി ദൈവം അവരെ സന്ദർശിക്കാൻ പോകുന്ന, അവർ കഴിക്കാൻ പോകുന്ന വിടുതലിനെ കുറിച്ചും അവർക്ക് മുൻപിൽ ദൈവം ഒരുക്കുന്ന വഴികളെക്കുറിച്ചുമൊക്കെ പ്രവാചകൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു. 56-ാമത്തെ അധ്യായം മുതൽ 66-ാമത്തെ അധ്യായം വരെ പ്രവാസം കഴിഞ്ഞ് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്ന ഇസ്രായേലിലെ ജനതയെ നോക്കി, അല്ലെ യഹൂദയിലെ ജനതയെ നോക്കി അവരുടെ മുൻപോട്ടുള്ള ആത്മീക ജീവിതം എങ്ങനെ മാറണം, അത് എങ്ങനെ വളർത്തപ്പെടണം, ആത്മീക ജീവിതത്തിൽ ദൈവം അവർക്ക് ഒരുക്കാൻ പോകുന്ന നന്മ എന്താണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു ക്രമീകരണത്തിൻ്റെ ദൂതും കൂടി അടക്കി പിടിച്ചുകൊണ്ടാണ് യെശയ്യാ പ്രവാചന പുസ്തകത്തിൻ്റെ അവസാനത്തെ 10 അധ്യായങ്ങൾ എഴുതി അവസാനിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ദൂത് യെശയ്യാ പ്രവചന പുസ്തകം 62-ാം അധ്യായത്തിലാണ്. അതായത് പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനത്തിൻ്റെ ജീവിതത്തെ ദൈവം അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകനായ യെശയ്യാവിൽ കൂടെ വിളിച്ചു പറയുന്ന ദൂതാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ പറഞ്ഞിട്ട് വേഗം ഞാൻ ഓടി വരാം. 70 സംവത്സരം പ്രവാചകന്മാർ അവരോട് ആവർത്തിച്ചു പറഞ്ഞതുപോലെ തന്നെ അവരുടെ അനുസരണക്കേടിൽ നിന്ന് അവർക്ക് വിട്ടുമാറുവാൻ അവർക്ക് താല്പര്യമില്ലാതെ ഇരുന്നത് കൊണ്ട് ദൈവാത്മാവിൽ ദൈവദാസന്മാർ വർഷങ്ങൾ അവരോട് ദൂത് പറഞ്ഞ ദൂത് അതുപോലെ സംഭവിച്ചു. ഒരു സുപ്രഭാതത്തിൽ ബാബിലോൺ പ്രവാസത്തിലേക്ക് ഇസ്രായേലിലെയും യഹൂദയിലെയും ജനതയെ ഒന്നടങ്കം പിടിച്ചുകൊണ്ട് പോവുകയാണ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ്. അവിടുന്ന് ദൈവാത്മാവ് വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച ദൂത് അക്കമിട്ട് ഒന്നുപോലും തെറ്റാതെ നിവർത്തീകരിക്കപ്പെടുകയാണ്. 70 സംവത്സരം ബാബിലോണിലെ പ്രവാസത്തിലേക്ക് ഒരു അന്യ രാജാവിൻ്റെ അധികാര പരിധിയുടെ താഴെ ദൈവം ഇവരെ ഇരുത്തിക്കൊണ്ട് ദൈവാത്മാവ് അവർക്കൊരു മടങ്ങി വരവിൻ്റെ ദൂത് അവരോട് സംസാരിച്ചു തുടങ്ങുകയാണ്. 70 വർഷത്തിൻ്റെ അവസാനത്തിങ്കൽ അവർ പോലും വിചാരിക്കാത്ത വഴികളിൽ കൂടെ, അവർ പോലും ആത്മമണ്ഡലങ്ങളിൽ ഗ്രഹിക്കാത്ത ഒരു വഴി ഒരുക്കി, തികച്ചും ജാതിക രാജാവ് സൈറസിൽ കൂടെ ഒരു വഴി ഒരുക്കി ജനത്തെ
ജനത്തെ മടക്കി യെരൂശലേമിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അവിടെ നിന്നുകൊണ്ട് ദൈവം അവരെ ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ പറയുന്ന ദൂത് അതുപോലെ സംഭവിക്കുന്നതാണ്, ഞാൻ നിന്നെ കാണിക്കുന്ന വഴികൾ അതുപോലെ സംഭവിക്കുന്നതാണ്, നിന്നോട് പറഞ്ഞുള്ള വാഗ്ദത്തങ്ങൾ അതുപോലെ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈറസിൽ കൂടെ മടക്കി യെരൂശലേമിലേക്ക് ദൈവജനത്തെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയാണ്. യെരൂശലേമിൽ പാർത്തു തുടങ്ങുന്ന ദൈവജനം അവർ പ്രതീക്ഷിച്ച നിലവാരങ്ങളിൽ ഒന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാതെ ഇരുന്നപ്പോൾ, അവരാഗ്രഹിച്ച നിലവാരങ്ങളിലൊന്നും ദൈവത്തിൻ്റെ വെളിപ്പെടുതൽ കാണാതെ ഇരുന്നപ്പോൾ, അവരാഗ്രഹിച്ച നിലവാരത്തിലൊന്നും യെരൂശലേമിന് ഒരു മാറ്റമോ അവരുടെ സാഹചര്യങ്ങൾക്കൊരു മാറ്റമോ ദേവാലയത്തിന് ഒരു മാറ്റമോ ഒന്നും ഉണ്ടാകാതെ ഇരുന്നപ്പോൾ നിരാശപ്പെട്ടു തുടങ്ങുന്ന ദൈവജനമേ, ദൈവം ഞങ്ങളെ മറന്നു കളഞ്ഞോ എന്ന് വിചാരിച്ച് കലങ്ങിപ്പോകുന്ന ഒരു ദൈവജനത്തെ നോക്കിക്കൊണ്ടാണ് 62-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകന്റെ ദൂത് വരുന്നത്. യെശയ്യാ പ്രവാചകൻ 4 കൂട്ടം കാര്യങ്ങൾ 62-ാം അധ്യായത്തിൽ ഇവരെ ഓർപ്പിക്കുകയാണ്. കലങ്ങി നിൽക്കുന്ന, പ്രയാസപ്പെട്ട് നിൽക്കുന്ന, നിരാശ ബാധിച്ച, നാളത്തെ ഭാവിയെ ചൊല്ലി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഈ ജനത്തെ നോക്കിക്കൊണ്ട് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ മനസ്സ് പകർത്തിക്കൊണ്ട് 62-ാം അധ്യായം എഴുതി തുടങ്ങുന്നത്. ഈ കലങ്ങി നിൽക്കുന്നവരെ നോക്കി വരുന്ന ആദ്യത്തെ ദൂത് എന്താണെന്നറിയാമോ? നിന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മറന്നു പോകരുത് എന്ന്. നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിന്നെ മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തുവാന് താല്പര്യപ്പെടുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. ഇസ്രായേലിന്റെ, യഹൂദയുടെ അല്ലെ യെരൂശലേമിന്റെ നീതി പ്രകാശിക്കുന്നത് വരെ, അവന്റെ രക്ഷ സകലരും കാണുന്നത് പോലെ, അതൊരു ദീപം പോലെ കത്തുന്നത് വരെ മിണ്ടാതെ ഇരിക്കുന്ന ഒരു ദൈവത്തെ നീ ആരാധിക്കുന്നു എന്ന് മറന്നു പോകരുത്. ഇവിടെ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ദൂതിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ ഇങ്ങനെ ശുശ്രൂഷിക്കട്ടെ. നിന്റെ കാര്യങ്ങൾക്ക് സമാപ്തി വരുത്തി നിന്നെ മടക്കി കൊണ്ടുവന്ന് നിന്നെ ദൈവം വേരോടെ ഉറപ്പിക്കുവാൻ വേണ്ടി, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടി, വർഷങ്ങളായി നിന്നോട് ദൈവാത്മാവ് പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കുവാൻ വേണ്ടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ മറന്നു പോകരുത്. ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, നിന്നോട് ദൂത് പറഞ്ഞ ദൈവദാസൻ മറന്നു പോകുന്നുണ്ടായിരിക്കും, നീ കേട്ട ദൂത് ചിലപ്പോ നീ മറന്നു പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ആരൊക്കെ മറന്നു പോയാലും ഉണ്ടല്ലോ, വാഗ്ദത്തം പറഞ്ഞവൻ മറക്കുകയില്ല. അതിനെ നിവർത്തീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വരെ, അതിന്റെ സമാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വരെ കണ്ണിമവട്ടാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. കലങ്ങി നിൽക്കുന്ന ദൈവജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ആരൊക്കെ നിന്നെ മറന്നു പോയാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, നിന്റെ മുൻപിൽ എന്തൊക്കെ വെല്ലുവിളിയായി നിന്നെന്ന് പറഞ്ഞാലും, നിന്റെ പ്രകാശം വരുന്നത് വരെ, നിന്റെ വിളക്ക് ശോഭിക്കുന്നത് വരെ, മറ്റുള്ളവർ കാണുന്നത് വരെ, മറ്റുള്ളവരുടെ മുൻപിൽ നിന്റെ രക്ഷ വെളിപ്പെടുന്നത് വരെ നിനക്ക് വേണ്ടി മിണ്ടാതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ മറന്നു പോകരുത് എന്ന്. അങ്ങനെയാണെങ്കിൽ ആത്മമണ്ഡലങ്ങളിൽ ദൈവസഭയോട് പറയട്ടെ, ദൈവം നട്ട ഈ സഭയെ, ദൈവം പാലിച്ച നിന്റെ കുടുംബത്തെ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം വന്നെത്തുന്നത് വരെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവ ശബ്ദം വരികയാണ്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇനി 3 ഉദ്ധരണികളെങ്കിലും ഉപയോഗിച്ചുകൊണ്ടാണ് അടുത്ത 4 വാക്യത്തിൽ യെശയ്യാ പ്രവാചകനോട് ഈ ദൂത് ഉറപ്പിക്കുന്നത് ദൈവം. ഒന്ന്, ആദ്യമായി ഉപയോഗിക്കുന്ന ഉദ്ധരണി എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ ഉദ്ധരണിയാണ്. അവിടെ പറയും, നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിൽ തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ നീതി പ്രകാശം പോലെയും നിന്റെ രക്ഷ കത്തുന്ന വിളക്കും പോലെയും വിളങ്ങി വരുവോളം തന്നെ. ആദ്യം ഉദ്ധരിക്കുന്ന ഉദ്ധരണി എന്ന് പറഞ്ഞ വെളിച്ചത്തിന്റെ ഉദ്ധരണിയാണ്. ഇനി ഇത് മനസ്സിലാക്കണം, യെരൂശലേമിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. യെരൂശലേം എന്ന് പറയുന്നത് മലമേൽ ശോഭിച്ചിരുന്ന ഒരു പട്ടണമാണ്. അതിൻ്റെ എല്ലാ കാര്യത്തിലും മറ്റു രാജ്യങ്ങളെക്കാൾ മുൻപിൽ നിന്ന ഒരു രാജ്യം. അതിൻ്റെ സകല ശോഭയിലും വെട്ടിത്തിളങ്ങി നിന്ന ഒരു ദേവാലയം ഉൾപ്പെടെ മതിൽക്കെട്ടുകളാൽ കാവൽ ചെയ്യപ്പെട്ട ഒരു പട്ടണമായിരുന്നു യെരൂശലേം എന്ന പട്ടണം. യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും
ഉറപ്പുവരുത്തിയിരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, യെരൂശലേമിന്റെ മലമേൽ സ്ഥാപിക്കപ്പെടുന്ന ഈ ദേവാലയത്തിനകത്ത് ഞങ്ങളുടെ പാലകനായ ദൈവം നിലനിൽക്കുന്നു എന്ന ബോധ്യം. 2, ഈ പട്ടണം മതിൽക്കെട്ടുകളാൽ പരിപാലിക്കപ്പെടുന്ന പട്ടണമായതുകൊണ്ട് ഒരിക്കലും വെളിയിൽ നിന്ന് ഇതിനെ ആക്രമിച്ച് പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഉറപ്പ്. ഇതിന് മുൻപിലേക്ക് ആരും തുനിഞ്ഞ് ഇതിനെ ആക്രമിക്കാൻ പോലും വരത്തില്ല. കാരണം ഏത് രാജാക്കന്മാർക്കും ഏത് രാജ്യത്തിനും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, മറ്റെങ്ങും ആക്രമണം അഴിച്ചുവിട്ട് ആക്രമിച്ചു പിടിക്കുന്നത് പോലെ യെരൂശലേമിനെ ആക്രമിച്ചു പിടിക്കാൻ പറ്റത്തില്ല എന്ന്. ഇങ്ങനെ തന്നെയാണ് അവിടുത്തെ ജനങ്ങളെല്ലാം വിചാരിച്ചിരുന്നത്. പക്ഷേ അവരുടെ പ്രതീക്ഷകളെ അപ്പാടെ മറിച്ചുകൊണ്ട്, അവരുടെ ചിന്താഗതികളെയൊക്കെ അപ്പാടെ മറിച്ചുകൊണ്ട് നെബൂഖദ്നേസർ എന്ന ഒരു രാജാവ് ആക്രമണം അഴിച്ചുവിട്ടു ഇതിനെതിരെ. ആ ആക്രമണത്തിന്റെ അവസാനം 3 വട്ടമായി യെരൂശലേമിനെ ആക്രമിച്ച്. യെരൂശലേമിന് എന്താ സംഭവിച്ചെന്നറിയാവോ? അവർ പ്രശംസിച്ചിരുന്ന മതിൽക്കെട്ടുകൾ തകർക്കപ്പെട്ടു. അവരൊരിക്കലും ആക്രമിക്കപ്പെടത്തില്ല, അവരുടെ സുരക്ഷിത വലയവുമായി നിൽക്കുന്ന ദൈവം നിലനിൽക്കുന്നു എന്ന് പറയുന്ന ദേവാലയം തച്ചുടയ്ക്കപ്പെട്ടു. അവരുടെ പട്ടണം മൊത്തം ഇരയാക്കി കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞു പട്ടണം. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്നവരെ ഭൂരിഭാഗം ആൾക്കാരെയും കൊന്നൊടുക്കി കളഞ്ഞു. ഇനിയും ഇവർക്കൊരിക്കലും ഒരു മടങ്ങിവരവ് ഉണ്ടാവരുത് എന്ന് നെബൂഖദ്നേസർ ഉറപ്പിച്ചിരുന്നു. അതിന് നെബൂഖദ്നേസർ ചെയ്ത അടുത്ത പരിപാടി എന്താണെന്നറിയാമോ? കൊള്ളാം, ഈ പട്ടണം തിരിച്ചു പണിയാൻ കഴിവുണ്ടാകുമെന്ന് അവന് തോന്നിയ സകലത്തിനെ അവൻ ബാബിലോൺ പ്രവാസത്തിലേക്ക് പിടിച്ചോണ്ട് പോയി. ബാക്കി കൊള്ളത്തില്ല എന്ന് തോന്നിയതിനെ കൊന്നൊടുക്കുകയും ഈ പട്ടണം മടക്കി കൊണ്ടുവരുവാൻ കരുത്തുള്ള എല്ലാത്തിനെയും ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. ആ കൂട്ടത്തിൽ പോയതായിരുന്നു ദാനിയേൽ, ശദ്രക്, അബേദ്നെഗോ പോലെയുള്ളവർ, നെഹെമ്യാ, എസ്രാ പോലെയുള്ളവർ. എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർ, ഈ പട്ടണം തിരിച്ചു പിടിക്കാൻ ശേഷിയുള്ളവരെ എല്ലാവരെയും ഒരുപോലെ ബാബിലോണിന്റെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി അടക്കിയിട്ടു അകത്ത്. ഇപ്പുറം ഈ പട്ടണമുണ്ടല്ലോ ചുട്ടരിക്കപ്പെട്ട് എല്ലാവരുടെ മുൻപിൽ ഒരു നിന്നാപാത്രമാക്കി നിർത്തപ്പെട്ട ഒരു ദേശമായിരുന്നു യെരൂശലേം എന്ന ദേശം. 70 വർഷക്കാലം കഴിഞ്ഞ് ഈ ജനത സൈറസിൽ കൂടെ ആദ്യത്തെ ഘട്ടത്തിലെ ആൾക്കാർ മടങ്ങി വരുമ്പോഴുണ്ടല്ലോ, ഒട്ടും ശോഭയില്ലാത്ത ഒരു ഭാവി മുൻപിൽ കാണുകയാണ്. എവിടെ നോക്കിയാലും അഗ്നിക്കിരയാക്കപ്പെട്ട പട്ടണം. കണ്ണെടുത്ത് നോക്കിയാൽ പണ്ട് ശോഭിച്ചിരുന്ന ദേവാലയം തകർക്കപ്പെട്ട അവസ്ഥ. കണ്ണുയർത്തി നോക്കിയാൽ കാവലായിരുന്ന യെരൂശലേം നഗരത്തിന്റെ മതിൽക്കെട്ടുകൾ തകർക്കപ്പെട്ട അവസ്ഥ. പ്രത്യാശയ്ക്ക് ഒരു വഴിയുമില്ല. അന്ധകാരത്താൽ മൂടിക്കിടക്കുന്ന യെരൂശലേം പട്ടണത്തില് കളങ്ങിപ്പോയി നിൽക്കുന്നവരോട് നോക്കി ദൈവാത്മാവ് പറയുക, നിന്റെ അന്ധകാരം മാറി നിന്റെ വെളിച്ചം പ്രകാശിക്കുന്നത് വരെ, നിന്റെ അന്ധകാരം മാറി നിന്റെ രക്ഷ കത്തുന്നത് വരെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത് എന്ന് 60-ാം അധ്യായത്തിൽ ദൈവാത്മാവ് അവരോട് പറഞ്ഞു. ദൂത് എന്താണെന്നറിയാമോ? നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നീ എഴുന്നേറ്റ് പ്രകാശിക്ക എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞ ദൂത് എന്താണെന്നറിയാമോ? കുഞ്ഞെ, നിനക്ക് വിടുതൽ വരുന്ന മറ്റെങ്ങുന്നുമല്ല. ശരിയാ, നിനക്ക് പ്രകാശിക്കാൻ വഴിയൊന്നുമില്ല. ശരിയാ, നിന്നെ നിരാശപ്പെടുത്തുന്ന അനുഭവമാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത്. ശരിയാ, നിന്റെ മുൻപിൽ എല്ലാ പരാജയത്തിന്റെ അനുഭവങ്ങളാണ് നിൽക്കുന്നത്. നിന്റെ മുൻപിൽ നിന്റെ ഭാവി അന്ധകാരത്താൽ മൂടിയിരിക്കുമ്പോഴും നീ ഓർത്തുകൊള്ളുക, നിന്റെ പ്രകാശവുമായി ഞാൻ തന്നെയാണ് വരുന്നത്. ഞാൻ നിന്റെ മേൽ ഉദിച്ചു വരുന്നത് കൊണ്ട്, ഞാൻ പ്രകാശമായി നിന്റെ പക്കലേക്ക് വരുന്നത് കൊണ്ട്, നിന്റെ കാര്യം തീർത്തു തരുവാന് ഞാൻ തന്നെയാണ് വരുന്നത് കൊണ്ട് നീ നിന്റെ പ്രകാശിക്കുക, നീ എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന്. അങ്ങനെയാണ് ആത്മാവിൽ നിങ്ങളോട് ദൂത് പറയട്ടെ. നിങ്ങളുടെ നിരാശയെ നോക്കി ഇന്ന് രാവിലെ കൽപ്പിക്ക്, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ പ്രകാശമായി അവൻ എന്റെ കൂടെയുണ്ട്. അവന്റെ തേജസ് എന്റെ മേൽ ഉദിച്ചിരിക്കുകയാണ്, അവന്റെ മഹത്വം എന്റെ മേൽ ജ്വലിച്ചിരിക്കുകയാണ്. എന്നെ ഒരു ശത്രുവിനും കീഴടക്കാൻ പറ്റത്തില്ല, എന്നെ ഒരു വൈരിക്കും പിടിച്ചടക്കുവാൻ കഴിയത്തില്ല, എന്നെ ഒന്നിനും തളച്ചിടുവാൻ കഴിയത്തില്ല. ആ ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട്, അവന്റെ പ്രകാശം എന്റെ മേൽ ഉദിച്ചിരിക്കുന്നത് കൊണ്ട് ആ ദൈവം എന്നെ വഴി നടത്തുക തന്നെ ചെയ്യുമെന്ന്.
വെളിച്ചത്തിന്റെ ഉദരണി ഉപയോഗിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അവന്റെ പ്രകാശം നിന്റെ മേൽ ഒലിച്ചിരിക്കുന്നത് കൊണ്ട്, അവൻ തന്നെ നിന്റെ വെളിച്ചമായി വരുന്നത് കൊണ്ട് നീ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, എല്ലാവരും കാണുക, നീ വിളങ്ങുന്നത് വരെ, എല്ലാവരും കാണുന്നത് വരെ, നിന്റെ രക്ഷ ഉയരുന്നത് വരെ, എല്ലാവരും കാണുന്നത് വരെ, നിന്റെ നീതി വിളക്ക് പോലെ കത്തുന്നത് വരെ മിണ്ടാതെ ഒരു ദൈവം ഇരിക്കത്തില്ല. നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ അല്പമണ്ഡലങ്ങളിൽ ദൈവസഭ പറയട്ടെ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഭാവിയെ തിരുത്തി എഴുതുവാൻ കഴിവുള്ള ഒരുവന്. എത്ര ശത്രുക്കൾ, വൈരികൾ എനിക്ക് എതിര് വന്നാലും, എത്ര പേര് തച്ചുടച്ചു കളഞ്ഞിട്ട് പോയ ജീവിതാനുഭവമാണെങ്കിലും, എത്ര പേര് എൻ്റെ ജീവിതത്തിലും എൻ്റെ സഭയിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയതാണെങ്കിലും, ശുഭകരമായ ഒരു ഭാവി എനിക്ക് മുൻപിൽ ഇല്ലെങ്കിലും, ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. എനിക്ക് വേണ്ടി പ്രകാശിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ നീതിയെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ രക്ഷയെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയുക, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് വരെ മിണ്ടാതെ ഇരിക്കത്തില്ല, അവൻ മിണ്ടാതെ ഇരിക്കത്തില്ല എന്ന്. രണ്ടാമത്തെ ഉദാഹരണം ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നിനക്കവൻ ഒരു പുതിയ നാമം തരുമെന്ന്. നീ അശുഭനെന്ന് വിളിക്കപ്പെടുകയില്ല. ഇനി നീ എല്ലാവരാലും തള്ളപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെടുകയില്ല. നിന്നെ എപ്സിബ എന്ന് പേര് ചൊല്ലി ഞാൻ വിളിക്കും. നിന്റെ പേര് ബ്യൂല എന്ന് പേര് ചൊല്ലി ഞാൻ നിന്നെ വിളിക്കുമെന്ന്. ഓർത്ത് നോക്കണം, യെരൂശലേം 70 സംവത്സരം ആയപ്പോഴത്തേക്ക് സംഭവിച്ച എന്താണെന്നറിയാമോ? അവനെ കണ്ടു നിന്നിരുന്ന ജാതീയ രാജ്യങ്ങളെല്ലാം പറഞ്ഞു, ദൈവം ഇവനെ തള്ളിക്കളഞ്ഞു. കാരണം എന്താണെന്നറിയാം? ഇവരുടെ പേരുടെ അർത്ഥം എന്തായിരുന്നു എന്നറിയാമോ? ദൈവത്തിന്റെ ജനം എന്നാണ്. ശരിയല്ലേ? ദൈവത്തിന്റെ ജനം എന്നായിരുന്നു അവന്റെ പേര്. എന്ന് പറഞ്ഞാൽ ദൈവം വില കൊടുത്തു വാങ്ങിച്ച ഒരു കൂട്ടം ജനം, ദൈവം അവകാശം പറഞ്ഞിരുന്ന ഒരു കൂട്ടം ജനം, ദൈവം കാവലായി നിന്നിരുന്ന ഒരു കൂട്ടം ജനം. ആരൊക്കെ അവരെ ആക്രമിക്കാൻ വന്നപ്പോഴും ദൈവം സുരക്ഷിത വലയമൊരുക്കി കാത്തിരുന്ന ഒരു കൂട്ടം ജനം. പക്ഷെ ഇന്ന് ജനങ്ങൾ എല്ലാവരും കൂടെ അവനെ നോക്കി പറയുകയാണ്, നിന്റെ പേരവൻ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, നിന്റെ സുരക്ഷിതത്വം ദൈവം നീക്കി കളഞ്ഞിരിക്കുന്നു, നീ ഇന്നൊരു അപമാന ചിഹ്നമായാണ് നിലനിൽക്കുന്നത്, നിനക്ക് പ്രശംസിക്കാൻ നിന്റെ പക്കൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ജാതികൾ അവന് നോക്കി പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, കുഞ്ഞെ, നിന്റെ പേര് ഞാൻ മാറ്റി എഴുതുകയാണ്. ഇനി ഒരിക്കലും നിന്നെ ഇങ്ങനെ അവർ കാണത്തില്ല, നിന്നെ എപ്സിബ എന്ന് വിളിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ നീ തള്ളപ്പെട്ടവനല്ല, നീ തള്ളപ്പെട്ടവനല്ല, യു ആർ നോട്ട് ഡെസോലേറ്റഡ്, നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം പറയുകയാണ് അടുത്തത്, നിന്നെ ബ്യൂല എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ നീ വിവാഹം ചെയ്യപ്പെട്ടവനാണെന്ന്. എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരെ നോക്കി പറഞ്ഞു, ദൈവത്തിന്റെ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞു എന്ന്. എല്ലാവരും അവരെ നോക്കി പറഞ്ഞു, ദൈവിക സുരക്ഷിത വലയം അവരെ വിട്ടു പോയി എന്ന്. എല്ലാവരും അവരുടെ ഭാവി നോക്കി പറഞ്ഞു, ഇത് ദൈവത്താൽ കൈവിടപ്പെട്ട ഒരു ജാതിയാണെന്ന്. എല്ലാവരും അവരെ നോക്കി പറഞ്ഞു, ഇനി ഒരിക്കലും അവനൊരു മടങ്ങി വരവുണ്ടാകുകയില്ല എന്ന്. ദൈവം അവിടെ നിന്നുകൊണ്ട് അവരോട് പറയുക, ഇല്ല കുഞ്ഞെ, നിന്റെ പേരെഴുതി മാറ്റുവാൻ കഴിയുന്ന ഒരുവനാണ് ഞാൻ. നിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിന്നെ ഇന്നു മുതൽ എപ്സിബ എന്ന് ഞാൻ വിളിക്കും, ഇന്നു മുതൽ നിന്നെ ബ്യൂല എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ നിന്ന മാറ്റി എല്ലാവരും തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഒരു കന്യകയെ വിവാഹം കഴിക്കുന്നത് പോലെ നിന്നെ വിവാഹം കഴിച്ച് നിന്നോടുള്ള ഉടമ്പടി പുതുക്കി നിന്നോട് കൂടെ ഉണ്ട് എന്ന്. അങ്ങനെയാണ് ആത്മാവിൽ ദൈവസഭയോട് പറയട്ടെ, കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പരാജയം കണ്ട് മറ്റുള്ളവർ ചിലപ്പോൾ പറയുമായിരിക്കും, ദൈവം ആ കുടുംബത്തെ തള്ളിക്കളഞ്ഞു എന്ന്. സഭയെ നോക്കി ചിലപ്പോൾ മറ്റുള്ളവർ പറയുമായിരിക്കും, ദൈവ സാന്നിധ്യം അവരെ വിട്ടുപോയി എന്ന്. വലിയ വളർച്ചയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടല്ലോ, നിങ്ങളെ നോക്കി പറയുമായിരിക്കും, ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു കൂട്ടമാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറയുന്നവരെ നോക്കി പ്രത്യാശയോട് പറ, പ്രത്യാശയോട് പറ, എൻ്റെ പേര് പുതുക്കി പണിയുവാന്, എൻ്റെ പേര് മാറ്റി തിരുത്തി എഴുതുവാന് കഴിവുള്ള ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു എന്ന്. ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുവന്ന് അവനൊരു പുതിയ നാമം കൊടുത്ത് അവനെ വീണ്ടും വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ അതേ ദൈവത്തെ നീ ആരാധിക്കുന്നു എന്ന് മറന്നു പോകരുത്. നിനക്കൊരു പുതിയ നാമം നൽകി നിന്നെ വീണ്ടെടുക്കുവാൻ കഴിയുന്നവനാണ് അവൻ.
പ്രകാശം നിന്റെ മേൽ ഉദിച്ചു വരുന്നത് കൊണ്ട് നീ എഴുന്നേറ്റ് പ്രകാശിക്കും. നിന്റെ ദീപം കത്തുന്നത് വരെ ഞാൻ മിണ്ടാതിരിക്കത്തില്ല. 2, എല്ലാവരും നിന്നെ കുറ്റം വിധിച്ച് മറ്റു പേരുകളിൽ നീ തള്ളപ്പെട്ടവനെന്ന് പറയുമ്പോൾ നിന്റെ പേര് ഞാൻ മാറ്റി എഴുതുകയാണ്. 3, അവരോട് പറയുകയാണ്, ഒരു കന്യക വിവാഹം കഴിക്കുന്നത് പോലെ നിന്നെ വീണ്ടും വിവാഹം കഴിക്കും. അത് സൂചിപ്പിച്ചത് എന്താണെന്നറിയാമോ? ദൈവവും ഇസ്രായേലും തമ്മിൽ എന്നും നിലനിന്നിരുന്ന ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ സ്നേഹ ഉടമ്പടിയുടെ മുകളിലായിരുന്നു അവരുടെ ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. ഞാൻ നിന്റെ ദൈവവും നീ എൻ്റെ ജനവുമായി നിലനിൽക്കുമെന്നുള്ള ഉടമ്പടി. പക്ഷെ എവിടേക്കോ വെച്ച് ഇസ്രായേൽ ജനത ഈ ഉടമ്പടി തകർത്തു കളഞ്ഞ് ദൈവത്തിൽ നിന്ന് വിട്ടുമാറി മറ്റു പലതിലേക്കും ശ്രദ്ധ പോയപ്പോൾ ദൈവം ഇവരെ ശിക്ഷിച്ച് പ്രവാസത്തിലേക്ക് അയച്ചു. ജനം പറഞ്ഞു, ദൈവം ഇവരെ ഉപേക്ഷിച്ച് കളഞ്ഞു, ഇവരുമായുള്ള ഉടമ്പടി കളഞ്ഞു, ഇനിയും ദൈവം ഒരിക്കലും ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം യെശയ്യാ പ്രവാചകനിൽ കൂടെ പറയുകയാണ്, ഞാൻ മടങ്ങി വന്ന് നിന്നെ വിവാഹം ചെയ്യുകയാണ്. ഞാൻ ഒരു പുതിയ ഉടമ്പടി നിന്നോട് ചെയ്ത് നിന്നെ ഒരു കാലത്തും തള്ളിക്കളയാതെ, നിന്റെ കുറവുകളെ ഒരു നാളും ഓർക്കാതെ, നിന്റെ വീഴ്ചകളെ ഒരു നാളും ഓർക്കാതെ, പണ്ടത്തെ പോലെ ഒരു അനുഭവത്തിലേക്ക്, പണ്ടത്തെ പോലെ ഒരു ഉടമ്പടിയിലേക്ക് ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരികയാണെന്ന് ദൂത് വന്നത്. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ ദൈവസഭയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഭാഗം വിടട്ടെ. നിന്റെ മടങ്ങി വരവിന് വേണ്ടി, നിന്നെ മടക്കി കൊണ്ടുവരേണ്ടതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നീ ആരാധിക്കുന്നതെന്ന് മറന്നു വിടല്ലേ. ഇവിടെ എന്തൊക്കെ അതിന് വെല്ലുവിളിയായി നിന്നെന്ന് പറഞ്ഞാലും, ഏതൊക്കെ ശത്രുക്കൾ നിന്റെ മടങ്ങി വരവിന് തടസ്സമിട്ട് നിന്നെന്ന് പറഞ്ഞാലും, ഏതൊക്കെ വൈരികൾ നിന്റെ ഭാവിക്ക് എതിരി നിന്നെന്ന് പറഞ്ഞാലും, നീ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ട ഒരു സന്തതിയാണെന്ന് മറക്കരുത്. നീ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ട ഒരു സന്തതിയാണെന്ന് മറക്കരുത്. നിന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. കലങ്ങി നിൽക്കുന്ന ദൈവജനത്തെ നോക്കി പറയുകയാണ്, നിന്റെ രക്ഷ വരാൻ പോകുന്നത് എവിടുന്നാണെന്നറിയാമോ? നിന്റെ രക്ഷ വരാൻ പോകുന്നത് എൻ്റെ പക്കൽ നിന്ന് തന്നെയാണ്. നിനക്ക് മടങ്ങി വരവ് വരാൻ പോകുന്നത് എവിടുന്നാണെന്നറിയാമോ? നിനക്ക് മടങ്ങി വരവ് വരാൻ പോകുന്നത് എൻ്റെ പക്കൽ നിന്ന് തന്നെയാണ്. ഞാൻ നിന്നെയാണ് മടക്കി വരുത്താൻ പോകുന്നത്. ഞാൻ നിന്നെ പണ്ടത്തെക്കാളും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൊണ്ടെത്തിക്കാൻ പോവുകയാണ്. അപ്പൊ യെശയ്യാ പ്രവാചകൻ ഓർപ്പിച്ച ഒന്നാമത്തെ ദൂത് അതാണ്, നിന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. ഇന്ന് സഭയ്ക്കകത്ത് മുട്ടുമടങ്ങുമ്പോൾ, എൻ്റെ മുമ്പിൽ സമയം വളരെ വേഗം പോവുകയാണ്. സഭയ്ക്കകത്ത് മുട്ടുമടങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. നമ്മളെ മടക്കി വരുത്തുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന്. നമ്മളെ മടക്കി വരുത്തുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരു മുടിയനായ പുത്രന്റെ മടങ്ങി വരവ് നോക്കിയിരുന്ന ദൈവം പോലെ തന്നെയാണ് നമ്മുടെ ദൈവം. മടങ്ങി വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്താൻ അവന് കഴിയും. മടങ്ങി വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? നിന്റെ പരാജയങ്ങളെ എഴുതി തിരുത്തുവാൻ അവന് കഴിയും. നിന്റെ കുറ്റങ്ങൾ സംഭവിച്ച് നീ ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമടങ്ങാൻ നിനക്ക് താല്പര്യമുണ്ടോ? നീ അപമാനിക്കപ്പെട്ടെടുത്ത് നിന്റെ നാമം എഴുതി തിരുത്തി നിന്നെ അനുഗ്രഹിക്കുവാൻ അവന് കഴിയും. നിനക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ടോ? അവന്റെ പ്രകാശം നിന്റെ മേൽ ഉദിപ്പിച്ചുകൊണ്ട് സകലരും കാണുക നിന്നെ മാനിക്കുവാൻ അവന് കഴിയുമെന്ന് മറന്നു പോകരുത്. ഇത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. മടങ്ങി വരവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് വിധേയപ്പെട്ടു കൊടുക്കുവാൻ നിനക്ക് കഴിയട്ടെ. ഇനി രണ്ടാമത്തെ ദൂത് യെശയ്യാ പ്രവാചകനോട് ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ 7, 6, 7 വാക്യങ്ങളിൽ വായിച്ചു. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കി തീർക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. യെരൂശലേമിലെ നിന്റെ മതിൽക്കെട്ടിന്മേൽ ഞാൻ കാവൽക്കാരെ ആക്കിയിരിക്കുന്നുവെന്ന്. ഇനി പശ്ചാത്തലത്തിലേക്ക് വേഗം ഒരു വാക്ക് ഞാൻ പറയുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, യെരൂശലേം എന്ന് പറയുന്നത് മലമേൽ നിലകൊള്ളുന്ന ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിന്റെ ഏറ്റവും വലിയ ബലം എന്തായിരുന്നെന്ന് അറിയാമോ? ഇതിന് ചുറ്റി നിന്നിരുന്ന മതിലായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. വെളിയിൽ നിന്ന് ഒരിക്കലും ഇതിനെ ആക്രമിച്ച് ആർക്കും പിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ ശലോമോനാൽ കെട്ടി ഉയർത്തപ്പെട്ട മതിൽക്കെട്ടുകളാൽ കാവൽ ചെയ്യപ്പെട്ടിരുന്ന
മലമേൽ ശോഭിക്കുന്ന ഒരു പട്ടണമായിരുന്നു യെരൂശലേം എന്ന് പറയുന്നത്. ഈ പട്ടണത്തിന്റെ ഏറ്റവും വലിയ ബലമായിരുന്നു ഈ മതിൽക്കെട്ടുകൾ എന്ന് പറയുന്നത്. ഈ മതിൽക്കെട്ടുകൾ എന്താ ഇതിന് ബലമായി പോയതെന്ന് അറിയാമോ? അത് കെട്ടി ഉയർത്തിയത് കൊണ്ട് മാത്രമല്ലായിരുന്നു, അതിൻ്റെ മുകളിൽ കണ്ണിമ വെട്ടാതെ രാപ്പകൽ ആ പട്ടണത്തെ കാക്കുന്ന കാവൽക്കാരുണ്ടായിരുന്നു. ഈ പട്ടണത്തിനകത്ത് എല്ലാവരും സ്വസ്ഥമായി കിടന്നുറങ്ങുമ്പോഴും, രാജകീയ അരമനയ്ക്കകത്ത് രാജാവ് സ്വസ്ഥമായി നിദ്ര പ്രാപിക്കുമ്പോഴും, എല്ലാവരും ആ പട്ടണത്തിൽ സ്വസ്ഥമായി ഉറങ്ങുമ്പോഴും കണ്ണിമ വെട്ടാതെ രാപ്പകലില്ലാതെ ഈ പട്ടണത്തെ കാവൽ കാത്തിരുന്ന കുറെ കാവൽക്കാരുണ്ടായിരുന്നു ഈ മതിൽക്കെട്ടിന് മേളില്. കാലക്രമേണ എന്താ പറ്റിയെന്നറിയാമോ? ഇവർക്ക് തോന്നി ഈ പട്ടണത്തിന് ഒന്നും സംഭവിക്കത്തില്ല എന്ന്. ഇവർക്ക് തോന്നി ഈ പട്ടണം ഇങ്ങനെ നിലനിൽക്കുമെന്ന്. ആരെ കൊണ്ടും ആക്രമിച്ച് പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായപ്പോൾ ഒരു പക്ഷേ ഇവരിങ്ങനെ വളരെ ലഥാർജിക്കായിട്ട് ജീവിതം നീക്കി തുടങ്ങി. ഇങ്ങനെ വളരെ കാഷ്വലായി ജീവിതം നോക്കി തുടങ്ങി. എന്താ പറ്റിയെന്നറിയാമോ? ഇവരെന്ത് സംഭവിക്കത്തില്ല എന്ന് വിചാരിച്ചോ അത് തന്നെ ഇവർക്ക് സംഭവിച്ചു. ഒരു കാവൽക്കാരൻ്റെ ദൗത്യം മറന്നപ്പോൾ ആ പട്ടണം ആക്രമിക്കപ്പെട്ടു. ഒരു കാവൽക്കാരൻ്റെ ദൗത്യം മറന്നപ്പോൾ ആ പട്ടണം താഴെ വീണു. ഒരു കാവൽക്കാരൻ്റെ ദൗത്യം മറന്നപ്പോൾ സകലരും അതിൻ്റെ ഫലം അനുഭവിച്ചു വീണു. ദൈവം വർഷങ്ങൾക്ക് ഇപ്പുറം ദൈവാത്മാവിൽ അവരോട് ദൂത് പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയാം? മാനുഷിക നിർമ്മിതമായ മതിൽക്കെട്ടിൽ മേൽ കാവൽ കാത്തവരുടെ ഇന്നലകളുടെ പരാജയം നിന്നെ പരാജയങ്ങൾ കൊണ്ടെത്തിച്ചെങ്കിൽ ഇപ്പുറം 70 വർഷങ്ങൾക്കിപ്പുറം നിന്റെ പട്ടണത്തെ കാവൽ കാക്കേണ്ടതിന് മതിൽക്കെട്ടുകളുടെ മുകളിൽ ഞാൻ തന്നെ കാവൽക്കാരെ ആക്കുമെന്നുള്ള ദൂതാണ് ദൈവാത്മാവ് പറയുന്നത്. ശ്രദ്ധിച്ചെന്നെ കേൾക്കണം. നമുക്ക് ഇന്നൊരു പക്ഷേ ഈ ഉദ്ധരണി നമുക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഒരു സ്വാഭാവികമായി ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് ആവത്തില്ല. പണ്ടത്തെ കാലഘട്ടത്തിലെല്ലാം ഒരു പട്ടണം കാവൽ കാക്കപ്പെടുന്നത് തന്നെ ഈ കാവൽക്കാരാളാണ്. മതിൽക്കെട്ടുകൾ ഇന്നും പാലസുകളിലേക്ക് നമ്മൾ കടന്നു പോയാൽ നമുക്ക് കാണുവാൻ കഴിയും. വലിയ മതിൽക്കെട്ടുകളുടെ മുകളിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന കാവൽക്കാരുണ്ടായിരിക്കും. അവർക്കുള്ള സ്ഥലങ്ങളുണ്ട്. അവരാണ് ഇതിനെ കാവൽ കാക്കുന്നത്. ഇവരുടെ ദൗത്യം എന്താണെന്നറിയാമോ? ഇന്നൊരു പക്ഷേ അതിനെയൊക്കെ കമ്പയർ ചെയ്ത് പറയണമെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെയൊക്കെ നമുക്ക് പറയാം. എന്താണെന്നറിയാമോ? വലിയ മതിൽക്കെട്ടുകൾ, വലിയ വേലികളുണ്ട് 2 രാജ്യങ്ങൾ തമ്മിൽ തിരിക്കാൻ. എന്നാലും ഇവരിൽ ചിലരെന്തോ ചെയ്യുമെന്നറിയാമോ? രാത്രിയോ പകലോ ഇല്ലാതെ കണ്ണിമ വെട്ടാതെ ഇങ്ങനെ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? ഇവരുടെ ദൗത്യം എന്താണെന്നറിയാമോ? 3 കാര്യങ്ങളാണ് ഇവരുടെ ദൗത്യം. 3 കാര്യങ്ങളാണ് ഇവരുടെ അതിപ്രധാനമായ ദൗത്യം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാം? കൗണ്ടർ സർവൈലൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആക്രമണം വരുന്നുണ്ടോ എന്ന് നോക്കി വളരെ സൂക്ഷ്മതമായി, ഉറങ്ങാതെ വളരെ ജാഗ്രതയോടെയാണ് ഇവരുടെ നിൽപ്പ് എന്ന് പറയുന്നത്. ഒരു നിമിഷം പോലും ഇവർക്ക് ആ ജാഗ്രത നഷ്ടപ്പെടാൻ പാടില്ല. ഇങ്ങനെ സർവൈലൻസ് ആണ് ഇവരുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ പട്ടണം കാക്കുന്നവർ ആരാന്നറിയാമോ? കണ്ണിമ വെട്ടാതെ ഇങ്ങനെ നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ, എന്താ സംഭവിക്കാൻ പോകുന്നത്, അടുത്ത പട്ടണത്തിൽ എന്താണ് വരാൻ പോകുന്നത്, വെളിയിൽ നിന്ന് എന്തെങ്കിലും ആക്രമണം വരുന്നുണ്ടോ എന്ന് നോക്കുന്നവരാണ് ഈ കാവൽക്കാരെന്ന് പറയുന്നത്. 2, ഇവരുടെ ദൗത്യം എന്താണെന്നറിയാമോ? അവരിലേക്ക് വരുന്ന ഏത് ത്രെട്ടിനെയും നേരത്തെ ഗണിച്ചറിയുക എന്ന് പറയുന്നത്. ഒരാക്രമണം ദൂരവേ നിന്നേ അവർ തിരിച്ചറിയും. അവർ നടക്കുന്ന ഓരോ ചലനങ്ങൾ ദൂരമേ നിന്ന് അവർ തിരിച്ചറിഞ്ഞ് അകത്തേക്കുള്ള സന്ദേശം കൊടുക്കുന്നവരാണ് ഇവർ കാവൽക്കാരെന്ന് പറയുന്നത്. 3, ഇവരുടെ കാര്യം എന്താണെന്നറിയാമോ? ദ ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഇവരാണ്. ഇവർ സന്ദേശം കൊടുത്ത് അകത്തൊരു സൈന്യവും രാജാവും എല്ലാം ഒരുക്കപ്പെട്ടു വരുന്നതിന് മുൻപേ തന്നെ ഇവർ ആദ്യത്തെ യുദ്ധം അഴിച്ചുവിട്ടിരിക്കും. ആക്രമിക്കാൻ വരുന്ന ശത്രുവിന് മുൻപേ അകത്തുനിന്ന് രാജാവും പടയാളികളും എല്ലാം ഒരുങ്ങി വരുന്നതിന് മുമ്പേ ആദ്യത്തെ ലെവൽ ഓഫ് ആക്രമണം അഴിച്ചു വരുന്നത് കാവൽക്കാരാണ്. ഇങ്ങനെയാണ് ഒരു കാവൽക്കാരൻ കാവൽ കാക്കുന്നത് പട്ടണം. പക്ഷെ യെരൂശലേമിന് എവിടേക്കോ ഇത് കഴിഞ്ഞ കാലങ്ങളിൽ അടിപതറിപ്പോയി. കാക്കേണ്ടവർ പട്ടണം കാക്കാതെ ഇരുന്നപ്പോൾ, സർവൈലൻസ് നടത്തേണ്ടവർ, ജാഗ്രതയോടെ ഇരിക്കേണ്ടവർ ജാഗ്രത നഷ്ടപ്പെട്ടു പോയപ്പോൾ, സന്ദേശം കൊടുക്കേണ്ടവർ കറക്റ്റായിട്ടുള്ള സന്ദേശം കൈമാറാൻ കഴിയാതെ പോയപ്പോൾ
ആദ്യത്തെ ഘട്ടങ്ങളിൽ ആക്രമണം അഴിച്ചുവിട്ട് പട്ടണത്തെ എന്തു വില കൊടുത്തും കാക്കേണ്ടവര് കാക്കാൻ പറ്റാതെ ഉറങ്ങിപ്പോയപ്പോൾ അവരുടെ പട്ടണത്തിൽ ശത്രു ആക്രമണം ഉണ്ടായി. അവർ വീണുപോയ ഒരു തലമുറയാണ്. അവരെ നോക്കി ദൈവം പറയുകയാണ്, ഇനി മാനുഷിക നിർമ്മിതമായ കാവൽക്കാരൊന്നുമല്ല, ഞാൻ കാവൽ കാക്കാൻ ഏൽപ്പിക്കുന്നവര് സദാകാലം നിന്റെ പട്ടണത്തെ കാവൽ കാക്കുമെന്ന്. ദൈവസഭയ്ക്കൊക്കെ പറ്റിപ്പോയ അബദ്ധം എന്താണെന്നറിയാമോ? നമ്മുടെ സഭയ്ക്കകത്തു നിന്നൊക്കെ കാവൽക്കാർ നഷ്ടപ്പെട്ടു പോയതാ ദൈവസഭയ്ക്ക് വന്നു പോയ അബദ്ധം. കുഞ്ഞ്, നിന്റെ കുടുംബത്തിന്റെ ഒക്കെ അടിത്തള തെറ്റിപ്പോയതിന്റെ കാരണം എന്താണെന്നറിയാമോ? എവിടേക്കോ കാവൽ കാക്കാൻ ഉത്തരവാദിത്വമുള്ള നിന്റെ കാവൽ കാക്കുന്ന ശുശ്രൂഷ മറന്നുപോയെന്നുള്ളതാണ്. ഇന്ന് സഭകളൊക്കെ തകർന്നു പോകുന്നതിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ദൈവത്താൽ ഫലമേൽപ്പിക്കപ്പെട്ട ഈ കാവൽ കാക്കുന്ന ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താണെന്നറിയാമോ? നമ്മളെയൊക്കെ ദൈവം ഈ ദേശത്തിന്റെ കാവൽക്കാരായി, ഈ സഭയുടെ കാവൽക്കാരായി നിലനിർത്തിയിരിക്കുന്നവരാണെന്ന് നീ മറന്നു പോകരുത്. വീട്ടിൽ കിടന്ന് ഉറങ്ങാനൊന്നുമല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനല്ല നിന്നെ കണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ ഓടുന്നത് പോലെ ഓടാനല്ല കണ്ടിരിക്കുന്നത്. ദൈവത്താൽ കാവൽ കാക്കുന്ന ശുശ്രൂഷ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാ നീ എന്ന് മറന്നു പോകരുത്. ഒന്ന് കണ്ണിമ വെട്ടാതെ സഭയെയും കുടുംബത്തെയും പരിപാലിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാ നിങ്ങളൊന്നും മറന്നു പോകരുത്. ആത്മാവിൽ നിങ്ങളോട് വീണ്ടും ശാന്തമായി ഞാൻ പറയുകയാണ്, കണ്ണിമ വെട്ടാതെ നിന്റെ കുടുംബത്തെയും സഭയും പരിപാലിക്കാൻ ദൈവത്താൽ ശുശ്രൂഷ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് മറന്നു പോകരുത് എന്ന്. കുഞ്ഞെ, ഇതിന്ന് ഒരു വിശ്വാസിയെ പിശാച് അടർത്തിക്കൊണ്ടുപോയെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് കയറി നിന്റെ കുഞ്ഞിനെ പിശാച് കൊണ്ടുപോയെങ്കിൽ, നിന്റെ കുഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് മാറി വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ, നീ പിടിച്ചെടുത്ത് കിട്ടുന്നില്ല എങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നീ എവിടേക്കോ വീണു പോയിട്ടുണ്ട് എന്ന ദൈവാത്മാവ് പറയുന്നത്. കണ്ണിമ വെട്ടാതെ കാവൽ കാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, സഭയ്ക്കകത്ത് പ്രാർത്ഥനയിൽ ജാഗ്രതയായിരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. കുടുംബത്തിന്റെ അകത്തളത്തിനകത്ത് ആരാധനയിൽ ബലപ്പെടേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. കുടുംബത്തിന്റെ അകത്തളത്തിനകത്ത് കണ്ണിമ വെട്ടാതെ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. നിന്റെ ജാഗ്രത തെറ്റിയാലുണ്ടല്ലോ നിന്റെ കുടുംബത്തിനകത്ത് ശത്രു കയറും. നിന്റെ ജാഗ്രത തെറ്റിയാലുണ്ടല്ലോ നിന്റെ സഭയ്ക്കകത്ത് ശത്രു കയറും. നിന്റെ ജാഗ്രത തെറ്റിയാലുണ്ടല്ലോ നിന്റെ അവകാശങ്ങൾ പകലതും അവൻ കവർന്നു കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ പലതിനു വേണ്ടി ഇടുവിൽ നിന്ന് കരയുവാൻ വിളിക്കപ്പെട്ടവളാണെന്ന് നീ മറന്നു പോകരുത്. പലതിനു വേണ്ടി ഇടുവിൽ നിന്ന് യുദ്ധം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ മറന്നു പോകരുത്. ശത്രു നിന്റെ പക്കൽ കയറി വന്ന് നിന്റെ ഒന്നിനെയും അവകാശമായി കവർന്നു കൊണ്ടുപോകരുത്. അപ്പം ഇതാണ് ഒരു കാവൽക്കാരന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. എന്തു സംഭവിച്ചാലും ശത്രുവിന് എൻ്റെ അവകാശങ്ങളെ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാഗ്രതയോടെ സുരക്ഷിതമായി കാക്കുന്ന ചിലത് ഉയർന്നു വരട്ടെ. ബുധനാഴ്ച ഞാൻ ശുശ്രൂഷിച്ചപ്പോഴും ഇങ്ങനെയാണ് പറഞ്ഞത്. മിദ്യാനിയർ വന്ന് സകലതും ഇസ്രായേലിൽ നിന്ന് കവർന്നു കൊണ്ടുപോകുമ്പോഴോ ഗിദിയോൻ ഒരു തീരുമാനമെടുത്തു. ഏതവനൊക്കെ ഇത് വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാലും, ഏതൊക്കെ ഭയന്നു കൗകളിലും മലകളിലും കയറി ഒളിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഓടി ഒളിക്കത്തില്ല. എൻ്റെ പക്കൽ ശേഷിക്കുന്ന ബലമെടുത്തുകൊണ്ട് തന്നെ മിദ്യാനിയർക്കെതിരെ ഞാൻ പോരാടുമെന്ന് ഗിദിയോൻ തീരുമാനിച്ചപ്പോൾ, അല്ലയോ പരാക്രമശാലി, നിന്നോട് കൂടെ ഞാനുണ്ട് എന്ന് ദൈവം ദൂത് പറഞ്ഞ് ഗിദിയോന്റെ കൂടെ നിന്നതുപോലെ ഇന്ന് ആത്മമണ്ഡലങ്ങൾ ദൈവസഭയോട് ദൂത് പറയട്ടെ. ചില കാവൽക്കാരൻ ഇതിനകത്തുനിന്ന് ഉയരട്ടെ. നിന്റെ ഭവനത്തിനകത്ത് നിനക്ക് കാവൽ ചെയ്യുവാൻ കഴിയട്ടെ. നിന്റെ സഭയെ ആരാധനയിൽ കാക്കുവാൻ കഴിയട്ടെ. നിന്റെ സഭയെ പ്രാർത്ഥനയിൽ കാക്കുവാൻ കഴിയട്ടെ. നിന്റെ സഭയെ ചില ആത്മീക മണ്ഡലങ്ങളിൽ നിനക്ക് കാക്കുവാൻ കഴിയട്ടെ.
ദൈവജനത്തിനും ദൈവത്തിനും ഇടയിൽ നിന്ന് മല്ല് പിടിച്ച മോശയെ പോലെ തകർന്നു കിടക്കുന്ന ഒരു രാജ്യത്തിനും ദൈവത്തിനും നടുക്ക് നിന്ന് കരഞ്ഞ ഒരു ദാനിയേലിനെ പോലെ ചിലതൊക്കെ ദൈവസഭയ്ക്കകത്ത് ഉളവെടുത്തു വരട്ടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി സദാകാലം ജാഗ്രതയോടെ പലതിനു വേണ്ടി അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, പലതിനു വേണ്ടി അവകാശം പറഞ്ഞ് ആരാധിക്കുന്ന, പലതിനു വേണ്ടി ആത്മീക മണ്ഡലങ്ങളിൽ അവകാശം പറഞ്ഞ് യുദ്ധം ചെയ്യുന്ന ചിലതൊക്കെ ദൈവസഭയ്ക്കകത്ത് പുറപ്പെട്ടു വരട്ടെ. നിന്റെ കുടുംബത്തെ ജാഗ്രതയോടെ നിനക്ക് കാക്കുവാൻ കഴിയട്ടെ. നിന്റെ സഭയെ ജാഗ്രതയോടെ നിനക്ക് കാക്കുവാൻ കഴിയട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നോട് കൂടെ തന്നെ ഉണ്ടായിരിക്കും. അടുത്ത കാര്യം എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഇനി അടുത്ത ദൗത്യം എന്താണെന്നറിയാമോ? ഒരു കാവൽക്കാരന്റെ വരാനുള്ള അപകടം നേരത്തെ ഗണിച്ച്, വരാനുള്ള അപകടം നേരത്തെ മനസ്സിലാക്കി വേണ്ട സന്ദേശം അകത്തേക്ക് കൈമാറുക എന്നുള്ളതാണ്. വരാനുള്ള ത്രട്ടിനെ നേരത്തെ മനസ്സിലാക്കി അതിനെ ചെറുക്കാനുള്ള വഴികൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാവൽക്കാരന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എസെക്കിയേൽ പ്രവാചകനെ ദൈവം ശുശ്രൂഷയിലേക്ക് വിളിക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകനോട് എന്താ പറഞ്ഞെന്നറിയാമോ? 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന്റെ കാവൽക്കാരനായി നിയമിക്കുന്നു എന്ന്. മനുഷ്യപുത്ര, നിന്നെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന്റെ കാവൽക്കാരനായി നിയമിക്കുന്നു എന്ന എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞത്. എന്നിട്ട് എസെക്കിയേൽ പ്രവചന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ എൻ്റെ മുൻപിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എസെക്കിയേൽ പ്രവാചകനോട് പറയുകയാണ്, ഒരു കാവൽക്കാരന്റെ ഉത്തരവാദിത്തം എന്താണെന്നറിയാമോ? നീ വരാനുള്ള വാളിനെ കുറിച്ച്, നിന്റെ രാജ്യത്തിന് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ, നിന്റെ ജനതയ്ക്ക് നേരെ വരുന്ന വാളിനെ കുറിച്ച് ഉള്ള ബോധ്യം നൽകി കൊടുക്കുക എന്നുള്ളതാണ് നിന്റെ ഉത്തരവാദിത്തം. അങ്ങനെ നിന്നെ സദാകാലം നിന്നെ ദൈവം ശുശ്രൂഷ ഫരമേൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. എന്നിട്ട് എസെക്കിയേൽ പ്രവാചകനോട് പറയുകയാണ്, വരുന്ന വാളിനെ കുറിച്ചുള്ള സന്ദേശം നിനക്കകത്ത് കൊടുക്കുവാൻ കഴിയാതെ പോയി അകത്തുള്ള ആരെങ്കിലും ഈ വാളാൽ ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ രക്തത്തിന്റെ കണക്ക് നിന്നോട് ചോദിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞ ദൂത് എന്താണെന്നറിയാമോ? കുഞ്ഞെ, സഭയിലെ കുഞ്ഞുങ്ങളാകട്ടെ, സഭയിലെ വിശ്വാസി കൂട്ടമാകട്ടെ, സഭയിലെ ജനതയാകട്ടെ, സുരക്ഷിതമായി ദൈവം നിന്റെ പക്കൽ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നീ സുരക്ഷിതമായി അവരെ കാക്കാൻ ഉത്തരവാദിത്തമുള്ളവനാണെന്ന് മറന്നു പോകരുത്. നിന്റെ കുടുംബത്തിനകത്തെ അംഗങ്ങളെ, നിന്റെ കുടുംബത്തിനകത്തെ കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ, നിന്റെ പക്കൽ ആ സുരക്ഷിത വലയത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ ദൗത്യം എന്താണെന്നറിയാമോ? വരാനുള്ള അപകടങ്ങളെ മുന്നമേ ഗണിച്ചു നോക്കിക്കൊണ്ട്, വരാനുള്ള അപകടങ്ങളെ മുന്നമേ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നിന്റെ ഉത്തരവാദിത്തം എന്ന് എസെക്കിയേൽ പ്രവാചകനോട് താഴെ തുടർന്ന് പറയുകയാണ്. ദുഷ്ടന്മാരോട് ആലോചന പറഞ്ഞു കൊടുക്കുന്ന നിന്റെ ദൗത്യം. ദുഷ്ടൻ നിന്റെ ആലോചന കേൾക്കാതെ നഷ്ടപ്പെട്ടു പോയാൽ അവനോട് ഞാൻ ചോദിക്കും. പക്ഷെ ദുഷ്ടനോട് നീ ആലോചന പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, നശിച്ചു പോകുന്നവന്റെ രക്തത്തിന്റെ വില നിന്നോട് ചോദിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവാത്മാവിൽ ദൈവസഭയോട് പറയട്ടെ, ഈ ദൈവസഭയ്ക്കകത്ത് ചിലതിനെയൊക്കെ തിരുത്താനുള്ള ശുശ്രൂഷ നിന്നെ ദൈവം ഫലമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് മറന്നു പോകരുത്. വഴിവിട്ട് നടക്കുന്നവരെ, ക്രമം തെറ്റി നടക്കുന്നവരെ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ വഴിവിട്ട് നിൽക്കുന്നവരെയൊക്കെ ഉണ്ടല്ലോ, തക്ക സമയത്ത് അവർക്ക് കൊടുക്കേണ്ട സന്ദേശം കൈമാറി അവരെ ദൈവ വഴിയിലേക്ക് മടക്കി വരുത്തുവാന് ദൗത്യം പ്രാപിച്ചവരാ ഇങ്ങനെയുള്ളവരെന്ന് മറന്നു പോകരുത്. നീ അത് ചെയ്യാതെ ഇരുന്നാലുണ്ടല്ലോ തിരുവചനം എന്താ പറയുന്നതെന്നറിയാമോ? അവരുടെ രക്തത്തിന്റെ കണക്ക് നിന്നോട് കണക്ക് തീർക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആത്മമണ്ഡലങ്ങൾ ദൈവസഭയോട് പറയട്ടെ, ഈ ദൈവസഭയ്ക്കകത്തുള്ള ഓരോ ചലനങ്ങളും നീ അറിയണം. ഈ ദൈവസഭയ്ക്കെതിരെ വരുന്ന ഓരോ ശക്തികളെയും ദൂരമേ നിന്ന് ഗ്രഹിച്ചറിയാൻ കഴിയണം. തിരുത്തത
തിരുത്തുവാൻ നിനക്ക് കഴിയണം. തക്ക സമയങ്ങളിൽ ബുദ്ധി ഉപദേശിക്കേണ്ട കാര്യങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കാൻ നിനക്ക് കഴിയണം. ദൈവാത്മാവ് ഒരു കുഞ്ഞിനോട്, കുഞ്ഞെ നീ ഇങ്ങനെയല്ല അങ്ങനെ പോകാന് നിന്നെ പറയിക്കുവാൻ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നീ തന്നെ ചെയ്യണം. കാരണം കാവൽക്കാരന്മാര് ശുശ്രൂഷ കൈമാറപ്പെട്ടവരാണ്, തിരുത്തലിന്റെ ശുശ്രൂഷ കൈമാറപ്പെട്ടവരാണെന്ന് മറന്നു പോകരുത്. ഇന്ന് നമ്മുടെ ദൈവസഭയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാര്യം എന്തുവാന്നറിയാമോ? തിരുത്തലിന് വഴങ്ങിക്കൊടുക്കാൻ മനസ്സില്ല. ദൈവസഭ നഷ്ടപ്പെടുന്നതിന്റെ കാര്യം എന്തുവാന്നറിയാമോ? ആർക്കും ദൈവാലോചന കേൾക്കാൻ താല്പര്യമില്ല. ദൈവസഭ നഷ്ടപ്പെടുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആരോടും നമുക്ക് ചെന്ന് സന്ദേശം പറഞ്ഞ് കുഞ്ഞെ നീ പോകുന്ന വഴി ശരിയല്ല എന്ന് തിരുത്താൻ നമുക്ക് പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. പണ്ട് ദൈവസഭയ്ക്കകത്ത് ക്രമം കെട്ട ഒരു പ്രവൃത്തി ഉണ്ടായാൽ ഒരു പ്രവാചകൻ എണ്ണിക്കുമായിരുന്നു. പണ്ട് സഭയ്ക്കകത്ത് ക്രമം കെട്ട ഒരു പ്രവൃത്തി ഉണ്ടായാലുണ്ടല്ലോ കർശനമായി ദൈവശബ്ദം വരുമായിരുന്നു. പക്ഷെ ഇന്ന് ദൈവശബ്ദമില്ല, പ്രവചന ശബ്ദം മതിൽക്കെട്ടുകൾക്കകത്ത് കടക്കുന്നില്ല. കാരണം എന്താണെന്നല്ലോ? കൃപ പ്രാപിച്ച പലതും നിദ്ര പ്രാപിച്ച് ഉറങ്ങുകയാണ്. ശുശ്രൂഷ ഫലമേൽപ്പിക്കപ്പെട്ട പലരും ശുശ്രൂഷ വിട്ട് മാറി സുഖജീവിതം നയിക്കുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ ശത്രു അകത്ത് വന്ന് നിനക്ക് അവകാശമുള്ള പലതും അപകരിച്ചുകൊണ്ട് പോകുമെന്ന് മറന്നു പോകരുത്. ശത്രു അപകരിച്ചുകൊണ്ട് പോകുന്നത് മാത്രമല്ല, നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കണക്ക് ദൈവാത്മാവ് നിന്നോട് തന്നെ ചോദിക്കും. നീ തന്നെ അതിന് മറുപടി പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ ദൈവസഭയെ ഞാൻ ബലപ്പെടുത്തട്ടെ. കണ്ണിമ വെട്ടാതെ കാവൽ കാക്കുന്ന മലമേൽ നിൽക്കുന്ന ഈ പട്ടണത്തെ കാവൽ കാത്ത പോലെ സഭയുടെ മതിൽക്കെട്ടിന്മേല് കാവൽ കാക്കുന്ന ചിലത് ഉയരട്ടെ. സഭയുടെ മതിൽക്കെട്ടിന്മേല് കാവൽ കാക്കുന്ന ചിലത് ഉയരട്ടെ. കുടുംബത്തിന്റെ മതിൽക്കെട്ടിൽ മേലെ കാവൽ കാക്കുന്ന ചിലർ ഉയരട്ടെ. നിങ്ങൾക്ക് തിരുത്തേണ്ട ശുശ്രൂഷകൾ ദൈവാത്മാവ് തന്നാൽ ചിലതിനെയൊക്കെ തിരുത്തുവാൻ നിനക്ക് കഴിയണം. ഞാൻ സാധാരണ ദൈവസഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ സഭയുടെ കഥ ഞാൻ പറയാറുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. പണ്ടൊക്കെ ചെറുപ്പമായിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരിക്കൽ എനിക്ക് ഓർമ്മയുള്ള കാര്യമുണ്ട്. ഞാൻ ഒരിക്കൽ തമ്പേർ എടുക്കാൻ പോയി ദൈവസഭയ്ക്കകത്ത്. എനിക്കന്ന് 11 വയസ്സാണ്. ഓടി വന്ന ഒരച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് തമ്പേർ പിടിച്ചു പറിച്ചു. എന്താ പറഞ്ഞതെന്നറിയാവോ? നിനക്ക് തമ്പേർ അടിക്കാൻ അറിയാം, പക്ഷെ നിന്റെ ഈ തരത്തില്ല. കാരണം എന്താണെന്നറിയാം? അച്ചായൻ പറഞ്ഞു, ക്രമീകരിച്ച് അഭിഷേകം പ്രാപിച്ച തമ്പേരെ കൈവയ്ക്കാവുള്ളൂ. മനസ്സിലായി? ക്രമീകരിച്ച് അഭിഷേകം പ്രാപിച്ച തമ്പേരെ കൈവയ്ക്കാവുള്ളൂ. അടുപ്പിച്ചില്ല. അന്നൊക്കെ ഞാൻ ഇപ്പോഴും കളിയാക്കി ഞങ്ങളുടെ ചർച്ചിലെ അച്ചായന്മാരോട് ഞാൻ പറയും, പണ്ടൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ 2 റോയിൽ ഇങ്ങനെ ഇരിക്കും കുഞ്ഞുങ്ങൾ. പുറയിൽ അങ്ങോട്ട് 4-5 റോയിൽ അച്ചായന്മാരായിരിക്കുന്ന കസേരയിലും ഇരിപ്പുണ്ട്. എൻ്റെ പപ്പ ഉൾപ്പെടെ ഉണ്ടല്ലോ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാകും. നല്ല മെറ്റലിൻ്റെ പേനയാണ് കൊണ്ടുവരുന്നത്. മനഃപൂർവ്വം കൊണ്ടുവരുന്നതാണ്. നല്ല മെറ്റലിൻ്റെ പേനയായിട്ട് സഭയ്ക്കകത്ത് വരും. എന്താണെന്നറിയാമോ? ഫ്രണ്ടിൽ ഇരുന്ന് കൈയടിച്ചിലെ പേന അവിടുന്ന് പറന്ന് തലക്കെത്തും. അശ്രദ്ധയായി ഫ്രണ്ടിൽ ഇരുന്നാ ഉണ്ടല്ലോ അപ്പുറത്തിരിക്കുന്ന അച്ചായൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പേന തലമണ്ടയ്ക്ക് ഇരിക്കും. വീട്ടിൽ ചെന്നാൽ നല്ല അടി കിട്ടുമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇവരെല്ലാം തിരുത്തലിന്റെ ശുശ്രൂഷ വഹിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സഭയ്ക്കകത്ത് ക്രമം തെറ്റി ആരാധന നടക്കത്തില്ലായിരുന്നു. സഭയ്ക്കകത്ത് അനുസരണക്കേടോട് ഒരു കൊച്ചുപോലും ഇരിക്കത്തില്ലായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഉത്തരവാദിത്വത്തോടെ കാവൽ കാത്തിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു സഭയ്ക്കകത്ത്. ഇന്ന് സഭ നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണെന്നറിയാമോ? ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ ക്രമക്കേടിന്റെ ആത്മാവ് സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? കാവൽ കാക്കാൻ ദൗത്യമേൽപ്പിച്ച പലരും ഈ ശുശ്രൂഷ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്താൻ പഠിക്കണം. അത് നിങ്ങളുടെ കുഞ്ഞായാലും മറ്റൊരു കുഞ്ഞായാലും തിരുത്തേണ്ട ശുശ്രൂഷ തന്നെ നടത്തണം. അത് നിങ്ങളുടെ സഹോദരനായാലും വേറെ ഒരു സഹോദരനായാലും തിരുത്തേണ്ട ശുശ്രൂഷ തന്നെ നടത്തണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ എണ്ണത്തിനെ കുറിച്ച് നിന്നോട് തന്നെ ദൈവാത്മാവ് കണക്ക് ചോദിക്കുമെന്ന് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ കാവൽ കാക്കുന്നവന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കണ്ണിമ വെട്ടാതെ ചിലതിനു വേണ്ടി അവകാശം പറഞ്ഞ് കാവൽ കാക്കുന്നതാണ്. 2, കാവൽ കാക്കുന്നവന്റെ ഡ്യൂട്ടിയാണ് വരാൻ പോകുന്ന അപകടങ്ങളെ നേരത്തെ മനസ്സിലാക്കി
ആ അപകടങ്ങളിൽ നിന്ന് ആ ജനതയെ വഴിതിരിച്ചു വിടുക എന്നുള്ളത്. 3, കാവൽ കാക്കുന്നവന്റെ ദൗത്യം എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദ ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന അവരാണ്. ഒരു ശത്രു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആക്രമണത്തെ ആദ്യം ചെറുക്കുന്നത് ഇവരായിരിക്കും. ആ പട്ടണവാതിൽ തൊടണമെങ്കിലുണ്ടല്ലോ കാവൽ കാക്കുന്നവൻ വീഴണം. ആ പട്ടണവാതിൽ തകരണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ കാവലിനെ ഏൽപ്പിച്ചിരിക്കവൻ വീഴണം. അല്ലാതെ ആ പട്ടണത്തെ ആക്രമിച്ച് പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ കാവൽ കാക്കുന്നവന്റെ ഏറ്റവും വലിയ ദൗത്യം എന്താണെന്നറിയാമോ? മുന്നമേ നിന്ന് യുദ്ധം ചെയ്യുന്നതാ അവന്റെ ദൗത്യം. ഇന്ന് ദൈവസഭയ്ക്കൊക്കെ പറ്റിപ്പോയ അപകടം എന്താണെന്നറിയാമോ? ഇങ്ങനെ കാവൽ കാത്തിരുന്ന ഒരു തലമുറ ദൈവസഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ്. ശത്രു വെല്ലുവിളി ഉയർത്തി വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിലെ ഒന്നിനെ തൊടാൻ വരുമ്പോൾ ഉണ്ടല്ലോ, പണ്ടൊക്കെ ഇതിനു വേണ്ടി അവകാശം പറഞ്ഞു മുട്ടുമടക്കാൻ ആത്മാക്കൾ ഉണ്ടായിരുന്നു ദൈവസഭയ്ക്കകത്ത്. പണ്ടൊക്കെ അവർക്ക് വേണ്ടി നെടുവിൽവിന് കരയുവാൻ ദൈവസഭയ്ക്കകത്ത് ആത്മാക്കൾ ഉണ്ടായിരുന്നു. ശത്രു ഒരു പദ്ധതി ഒരുക്കുമ്പോൾ ഉണ്ടല്ലോ, ആത്മമണ്ഡലങ്ങളിൽ കയറി അഭിഷേകത്തോടെ വെട്ടിക്കളഞ്ഞ് ആരാധിച്ച് തിരിച്ചു പിടിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു സഭയ്ക്കകത്ത്. ഇന്ന് ദൈവസഭയ്ക്കകത്ത് ശൂന്യത വ്യാപരിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഇതുപോലുള്ള പല കാവൽക്കാരും ദൈവസഭയ്ക്കകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ്. മുന്നമേ നിന്ന് യുദ്ധം ചെയ്യുവാൻ കരുത്തുള്ളവര്, മുന്നമേ നിന്ന് ശത്രുവിനെ ചെറുക്കുവാൻ കരുത്തുള്ളവര്, മുന്നമേ നിന്ന് ആത്മമണ്ഡലങ്ങളിൽ പോരാടാൻ കരുത്തുണ്ടായിരുന്നവർ പലരും ദൈവസഭയ്ക്കകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയതാ ദൈവസഭയുടെ ശൂന്യതയെങ്കിൽ ആത്മാവിൽ ദൈവസഭയോട് പറയട്ടെ, കാവൽ കാക്കുന്ന ചിലത് ഉയർന്നു വരട്ടെ. ആത്മമണ്ഡലങ്ങളിൽ യുദ്ധം ചെയ്യുന്നവര്, ആത്മമണ്ഡലങ്ങൾ വീര്യം കെട്ടുപോകാതെ ആരാധിക്കുന്ന ചിലത്, ആത്മമണ്ഡലങ്ങളിൽ ഉപവസിക്കുന്ന ചിലത്, ആത്മമണ്ഡലങ്ങളിൽ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചിലത്, ആത്മമണ്ഡലങ്ങളിൽ ചിലർക്ക് വേണ്ടി നെടുമ്പാട് വീണ് കരയുന്ന ചിലത്, ആത്മമണ്ഡലങ്ങളിൽ ദൈവസഭയ്ക്ക് വേണ്ടി പോരാടുന്ന ചിലത് ദൈവസഭയ്ക്കകത്ത് ഉയർന്നു വരട്ടെ. കുഞ്ഞെ ദൈവസഭ ഈ അപകടം മനസ്സിലാക്കണം കേട്ടോ. ദൈവസഭ നട്ടു വളർത്തപ്പെട്ടത് കഴിവ് കൊണ്ടാന്നുള്ള തോന്നൽ വരരുത് കേട്ടോ. പെന്തിക്കോസിന്റെ ആദ്യ സഭകൾ വേര് പിടിച്ചതിന്റെ കാര്യം നല്ലപോലെ പാട്ടുപാടാൻ കഴിവുണ്ടായിരുന്നവർ അകത്തുണ്ടായിരുന്ന കൊണ്ടല്ല, നല്ലപോലെ പ്രസംഗിക്കാൻ കഴിവുള്ളവർ അകത്തുണ്ടായിരുന്നത് കൊണ്ടല്ല, നല്ലപോലെ കഴിവും പണവും ബലവും മിടുക്കും ഉണ്ടായിരുന്നവരൊക്കെ ഉള്ളത് കൊണ്ടൊന്നുമല്ല. നമ്മുടെ സഭയൊക്കെ വളർന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നെടുമ്പാട് വീണ് ദൈവസന്നിധിയിൽ കരഞ്ഞ ഒരു തലമുറ ഉണ്ടായിരുന്നു. ആത്മാഭിഷേകത്തിൽ ആത്മീക മണ്ഡലങ്ങളിൽ പോരാടിയ ഒരു സഭയുണ്ടായിരുന്നു. വെല്ലുവിളിക്കുന്നവൻ എതിരെ വെല്ലുവിളിച്ചു നിന്ന് ആത്മമണ്ഡലങ്ങളിൽ ജയമെടുത്ത ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. അതാണ് ദൈവസഭയ്ക്ക് അടിസ്ഥാനമായതെങ്കിൽ ഇന്ന് ആത്മാവിൽ റഹോബോത്ത് സഭയോട് പറയട്ടെ, നിന്റെ കഴിവുകൾ ഈ സഭയിൽ അടിസ്ഥാനപ്പെടരുത്. നിന്റെ കഴിവ് കൊണ്ട് ഈ സഭ കെട്ടിപ്പടുത്തുവാൻ നീ നോക്കരുത്. നിനക്കുള്ള പണംബല കൊണ്ട് ഈ സഭ കെട്ടി ഉയർത്തുവാൻ നോക്കരുത്. ഈ സഭ പ്രാർത്ഥനയിൽ ഉയരണം. ഈ സഭ ആത്മമണ്ഡലങ്ങളിൽ ഉയരണം. ഈ സഭയ്ക്കകത്ത് കണ്ണുനീരിന്റെ ശബ്ദം ഉയരണം. മുട്ടിന്മേലിരുന്ന് കരയുന്ന ചിലത്, മുട്ടിന്മേലിരുന്ന് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചിലത്, മുട്ടിന്മേലിരുന്ന് ആത്മമണ്ഡലങ്ങളിൽ ചിലതിനു വേണ്ടി ജയമെടുക്കുന്ന ചിലത്, ശത്രു അപകരിച്ചോണ്ട് പോയതിനെ അവന്റെ പാളയത്തിൽ ചെന്ന് വെട്ടിപ്പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ചിലത് ദൈവസഭയ്ക്കകത്ത് ഉയരട്ടെ എന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ആത്മമണ്ഡലങ്ങളിൽ ആരാധിച്ച് ജയിക്കുവാൻ നിനക്ക് കഴിയട്ടെ. ആത്മമണ്ഡലങ്ങള് വെല്ലുവിളിക്കുന്നതിനെതിരെ നിനക്ക് പോകുവാൻ കഴിയട്ടെ. ആത്മമണ്ഡലങ്ങളില് ശത്രുവിനെതിരെ പദ്ധതികൾ ഒരുക്കുവാൻ നിനക്ക് കഴിയട്ടെ. അവന്റെ കോട്ടകൾക്കകത്ത് ചെന്ന് അവൻ പിടിച്ചു കൊണ്ടുപോയതിനെ മടക്കി കൊണ്ടുവരുവാൻ നിനക്ക് കഴിയട്ടെ.
ദൈവസന്നിധിയിലുണ്ടല്ലോ, ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്ത് തീരുമാനം എടുക്കണം. എന്താ തീരുമാനമായിരിക്കണം അറിയാമോ? എന്നെ തകർത്ത് കളഞ്ഞിട്ടല്ലാതെ എൻ്റെ സഭയ്ക്കകത്ത് ഒരെണ്ണത്തിന് പോലും കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്ന്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ശത്രുവിൻ്റെ ഒന്നും സഭയ്ക്കകത്ത് വരാൻ പാടില്ല. എനിക്കുള്ള സകല ബലവും എടുത്ത് കോട്ട കാക്കുവാൻ ഞാൻ തയ്യാറാകും. എനിക്കുള്ള സകല ബലവും എടുത്ത് ശത്രുവിനെതിരെ പോരാടാൻ തയ്യാറാകുമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ചിലതൊക്കെ ഇതിനകത്ത് ഉയരട്ടെ എന്ന് ദൈവാത്മാവിൽ ഓർപ്പിക്കുകയാണ്. എനിക്കറിയാം സമയം മുമ്പോട്ട് പോകുന്നുണ്ടത്, പക്ഷെ ആത്മാവിൽ നിങ്ങളെ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. അങ്ങനെ ഉള്ള ചില കാവൽക്കാർ ദൈവസഭയ്ക്കകത്ത് ഉയരട്ടെ എന്ന്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പുണ്ടല്ലോ, ഒരു സഭയിലേക്ക് ശുശ്രൂഷിക്കുവാൻ, ഒരു ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ സെഷൻസ് ശുശ്രൂഷിക്കുവാൻ എന്നെ വിളിച്ചു. ഞാനും ജിഷയും കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ സഭയിലേക്ക് കടന്നുപോയി. ദൈവാത്മാവോട് ഞാൻ ചോദിച്ചു, ദൈവാത്മാവ് എന്താ ശുശ്രൂഷിക്കേണ്ടത്? ദൈവാത്മാവ് എന്നോട് പറഞ്ഞ്, സംഹാരകൻ പടിവാതിക്കൽ നിൽക്കുന്നുണ്ട്, കോട്ട കാത്തുകൊള്ളാൻ അവരോട് ദൂത് പറയണമെന്ന് ദൈവാത്മാവ് എന്നോട് ഫരമേൽപ്പിച്ചു. എനിക്ക് ദൂതിൻ്റെ അർത്ഥവും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ദൈവസഭയോട് ആ ദൂത് പ്രസംഗിക്കാൻ വേണ്ടി കടന്നുപോയി. അങ്ങേ തലത്തിൽ അതേ ആലയത്തിനകത്തിരുന്ന ജിഷയെ ദൈവാത്മാവ് വേറെ ഒരു ദർശനം കാണിച്ചു. ജിഷ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ആരൊക്കെയോ കൂടി ഒരു ചെറിയ തൈ, ഒരു മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ തൈ, ഒരു കാടേറിയ പ്രദേശം വെട്ടി വൃത്തിയാക്കി ആ തൈ അവിടെ കൊണ്ട് നട്ടു. അവരെല്ലാവരും കൂടി ചേർന്ന് അതിനൊരു വേലി വെച്ച് ഒന്നും ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ തൈയിനെ അവർ കാത്തു സൂക്ഷിച്ചു. കാലക്രമേണ ആ തൈ വളർന്നു വളർന്നു വൃക്ഷമായി മാറി തുടങ്ങിയപ്പോൾ അവരതിൻ്റെ വേലി ഇലക്കി കളഞ്ഞിട്ട് അതിന് ചുറ്റും ഒരു മതിൽക്കെട്ട് ഉയർത്തി ആ തൈയിനെ അവർ പരിപാലിച്ചു നിലനിർത്തിയിരുന്നു. ഈ സമയമൊക്കെ ഉണ്ടല്ലോ, ഒരു ശത്രു വെളിയിൽ നിന്നുകൊണ്ട് ഈ തൈയിനെ, ഈ വൃക്ഷത്തെ പിഴുതു കളയുവാൻ അവനാൽ കഴിയുന്ന ശ്രമങ്ങളെല്ലാം ഒരു ശത്രു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിട്ടുകൊടുക്കാതെ ഒരു കൂട്ടം ജനം ഈ തൈക്ക് ചുറ്റും ഒരു മതിൽക്കെട്ട് കെട്ടി ഈ തൈയിനെ സംരക്ഷിച്ചു വരികയാണ്. കാലക്രമേണ ഈ തൈ വളർന്നു വളർന്ന് ഒരു വലിയ വൻ വൃക്ഷമായി വരികയാണ്. ഈ വൃക്ഷം വളരും തോറും ഈ കാവൽ കാത്തവരുണ്ടല്ലോ, ഈ മതിൽക്കെട്ടിൻ്റെ പൊക്കം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ മതിൽക്കെട്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ ഈ മതിൽക്കെട്ടിനെ സംരക്ഷിച്ച്, വൃക്ഷത്തെയും സംരക്ഷിച്ച് നിർത്തി. കാലക്രമേണ ഈ സംരക്ഷിച്ച് നിർത്തിയിരുന്നവർ ഒന്നിനു പിറകെ ഒന്നായി കാണാതെ ആകുകയാണ്. കുറെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഈ മതിൽക്കെട്ടിൻ്റെ അരികത്ത് നിന്ന് ആരെയും കാണാനില്ല. ഈ വൃക്ഷം വളർന്നു വളർന്നു വലുതായിക്കൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ ഈ മതിൽക്കെട്ടിൻ്റെ വളർച്ച സംഭവിക്കാതെ ആരും മതിൽക്കെട്ടിനെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അനുഭവം. കാലക്രമേണ എന്താ പറ്റിയെന്നറിയാമോ? ഈ വൃക്ഷം വളർന്ന് ഇതിൻ്റെ ശിഖരം വെളിയിലേക്ക് പടർന്നു തുടങ്ങി. ഇതിൻ്റെ മതിലിൻ്റെ 4 വശത്തേക്കും ഈ വൃക്ഷത്തിൻ്റെ ശിഖരം വെളിയിലേക്ക് വന്നു തുടങ്ങി. ഇതിനെ കാവൽ കാക്കുവാൻ താഴെ ആളുകളില്ല. ഇതിൻ്റെ മതിൽക്കെട്ടുകൾ പണിഞ്ഞുയർത്തി ഈ വൃക്ഷത്തെ പാതുകാക്കാൻ ആരുമില്ലാതെ ഇരുന്നപ്പോൾ ശത്രു ഒരു പുതിയ തന്ത്രം മെനഞ്ഞു. എന്തായിരുന്നു തന്ത്രം എന്നറിയാമോ? അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു ഈ മതിൽക്കെട്ട് തകർക്കാൻ കഴിയത്തില്ല എന്ന്. അവന് നല്ല ബോധ്യമുണ്ടായി അകത്ത് ചെന്ന് ഈ വൃക്ഷത്തെ പറിച്ചു കളയാൻ കഴിയത്തില്ല എന്ന് അവന് നല്ല ബോധ്യമുണ്ടായി. ജിഷ എന്നോട് ഇങ്ങനെയാണ് പറയുന്നത്, ശത്രു ഒരു പുതിയ തന്ത്രം മെനഞ്ഞു കൊണ്ടുവന്നു. എന്താണെന്നറിയാമോ? ഒരു വലിയ വാൾ അവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഈ മതിൽക്കെട്ടിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് അവൻ ഒരു യുദ്ധതന്ത്രം പയറ്റി. എന്താണെന്നറിയാമോ? ഈ മതിൽക്കെട്ടിൻ്റെ വെളിയിലേക്ക് പടർന്നു വരുന്ന ശിഖരങ്ങൾ ഒന്നായി അവൻ വെട്ടിമുറിച്ചു തുടങ്ങി. കാവൽ കാക്കാൻ ആളില്ലാത്തത് കൊണ്ട്, മതിൽക്കെട്ട് വളരാത്തത് കൊണ്ട് മതിൽക്കെട്ടിൻ്റെ വെളിയിലേക്ക് നിന്ന ശിഖരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വെട്ടിമാറ്റി കൊണ്ടുപോയി. ദൈവാത്മാവ് എന്നോട് ദൂത് പറഞ്ഞു അവിടെ നിർത്തിക്കൊണ്ട്, ഇതാണ് ഈ സഭയുടെ അവസ്ഥ എന്ന്. എന്താണെന്നറിയാമോ? സഭ നട്ടു പരിപാലിച്ച ഒരു തലമുറ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. സഭയെ പ്രാർത്ഥനയിൽ കാത്ത ഒരു തലമുറ നഷ്ടപ്പെട്ടു പോയി. സഭ വളർന്നു, ആത്മാക്കൾ കൂടി, വൃക്ഷം വലുതായി. പക്ഷെ ഇന്ന് കാവൽ കാക്കുന്നവർ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഫലം എന്താ സംഭവിച്ചതെന്നറിയാമോ? മതിൽക്കെട്ടുകൾക്ക് വെളിയിലേക്ക് പടർന്നു വരുന്ന വൃക്ഷത്തിന്റെ ചെറുകൊമ്പുകളെ ശത്രു ഛേദിച്ചു കളഞ്ഞു തുടങ്ങുന്നുവെന്ന്. അവിടെ നിന്നുകൊണ്ട് ആത്മാവ് ഇങ്ങനെയാണ് എന്നോട് ദൂത് പറഞ്ഞത്, സഭയ്ക്കകത്ത് ലക്ഷ്യം വച്ചിരിക്കുന്നത് വലിയവരെ ഒന്നുമല്ല, ഈ മതിൽക്കെട്ടിലെ വെളിയിലേക്ക് പടർന്നു വരുന്ന ശിഖരങ്ങൾ പോലെ നിൽക്കുന്ന സഭയുടെ അടുത്ത തലമുറയെ ശത്രു വെളിയിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഭയോട് നീ ആത്മാവിൽ ദൂത് പറ, സംഹാരകൻ പടിവാതിക്കൽ നിൽപ്പുണ്ട്, നിന്റെ കോട്ട നീ കാത്തുകൊള്ളുവാൻ
ഇന്ന് ആത്മാവിൽ അതേ ദൂത് ഞാൻ ദൈവസഭയോട് കൈമാറട്ടെ. കുഞ്ഞെ, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകണ്ടായെങ്കിൽ, നീ പിടിച്ചു വന്ന ഈ മാർഗം നിന്റെ കുഞ്ഞ് പിടിക്കണമെന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, നീ നിറഞ്ഞ അതേ ആത്മാഭിഷേകത്തില് നിന്റെ കുഞ്ഞ് നിറഞ്ഞ ആത്മാവിൽ ആരാധിക്കുന്ന നിനക്ക് കാണണമെങ്കിൽ, കോട്ട കാത്തുകൊള്ളാൻ നീ തയ്യാറായിക്കോ. പ്രാർത്ഥനയിൽ ജാഗരിക്കാൻ നീ തയ്യാറായിക്കോ. ആത്മമണ്ഡലങ്ങളില് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിട്ടിട്ട് പോയ അതേ ദൗത്യങ്ങൾ ശിരസിന്മേൽ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ശിരസിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, മറന്നു പോകരുത്. ആ ദൗത്യം ഫലമേറ്റുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നിന്റെ കുഞ്ഞിനെ കാവൽ കാക്കുവാന്, നിന്റെ സഭയെ കാവൽ കാക്കുവാന്, ശത്രു ഒറ്റവർണ്ണത്തിനെ അപകരിച്ചുകൊണ്ട് പോകാതെ ഇതിനെ ദൈവകൃപയിൽ പരിപാലിക്കുവാന് നിനക്ക് കഴിയട്ടെ എന്ന് ആത്മാവിൽ ദൂത് പറയുകയാണ്. ഈ ദിവസങ്ങളിൽ കരയുന്നത് നിർത്തിയിട്ട് ആത്മമണ്ഡലങ്ങളിൽ പോരാടാൻ നിനക്ക് കഴിയട്ടെ. നിന്റെ കുഞ്ഞിന്റെ വീഴ്ച കണ്ട് ദുഃഖപ്പെടുന്നത് നിർത്തിയിട്ട് ശത്രുവിന്റെ കോട്ടകളിലേക്ക് ഇടിച്ചു കയറി അവനെ തിരിച്ചു പിടിച്ചോണ്ട് വരാനുള്ള ബലം നിനക്കുണ്ടാകട്ടെ. അതിന് നിന്റെ മുട്ട് ദൈവസന്നിധിയിൽ മടങ്ങട്ടെ. അതിന് നിന്റെ മുട്ട് ദൈവസഭയ്ക്കകത്ത് മടങ്ങട്ടെ. ഉപവാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഉപവാസത്തിൽ ബലപ്പെട്ടുകൊണ്ട്, ആത്മാഭിഷേകത്തിൽ നിറഞ്ഞവനായി ചില ശത്രുപാളയങ്ങളിലേക്ക്, ചില ശത്രുവിന്റെ കോട്ടകളിലേക്ക് യുദ്ധം അഴിച്ചുവിട്ട് പലതിനെയും പിടിച്ചു തിരിച്ച് സഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ നിനക്ക് കഴിയട്ടെ എന്ന് ദൈവാത്മാവിൽ നിന്നോട് ദൂത് പറയുക. രണ്ട് കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുകയാണ്. കുഞ്ഞെ, നിന്റെ ഭവനത്തിനകത്ത് ശത്രു ആക്രമിച്ച് നിന്റെ അവകാശങ്ങളെ പിടിച്ചുവെങ്കിൽ, നിന്റെ സഭയ്ക്കകത്ത് ശത്രു കയറി ആക്രമിച്ച് നിന്റെ നന്മയെ കൊള്ളയിട്ടെങ്കിൽ, അത് സൂചിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? നിന്റെ ദൗത്യം നീ മറന്നുപോയി എന്നുള്ളതാണ്. നീ കാക്കേണ്ട വിഷയങ്ങളെ കാക്കുവാൻ നിനക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആത്മമണ്ഡലങ്ങളിൽ ദിവസങ്ങൾ നിനക്ക് കാക്കുവാൻ കഴിയട്ടെ. ശത്രു അവകാശം പറഞ്ഞതിനെ തിരിച്ചു പിടിക്കുവാൻ നിനക്ക് കഴിയട്ടെ. രണ്ടാമത്തെ കാര്യം, അശ്രദ്ധയായി നിന്റെ ജീവിതം മുൻപോട്ട് പോകരുത്. നഷ്ടപ്പെടുന്നതിന്റെ കണക്ക് നീ തന്നെ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കേണ്ട വരുമെന്ന് ആരും മറന്നു പോകരുത്. നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കണക്ക് നീ തന്നെ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കേണ്ട വരുമെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ആത്മമണ്ഡലങ്ങളിൽ ദൈവസഭയോട് ഒരുങ്ങുവാനാണ് ദൈവാത്മാവിന്റെ ദൂത് വരുന്നത്. ചില ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോയതിന്റെ പേര് ചൊല്ലി പറഞ്ഞ്, അവകാശം പറഞ്ഞ്, തിരിച്ചു ചോദിച്ച്, അവകാശം പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വേഗം ഇരിക്കുവാൻ പോകുകയാണ്. അതിന്റെ 9, 10, 11 വാക്യങ്ങൾ വായിച്ചാട്ടെ. 10, 11 വാക്യങ്ങൾ. മതി. അടുത്തത് ജൈവജനത്തോട് ദൈവാത്മാവ് ആഹ്വാനം പറയുകയാണ്. നീ വാതിലിൽ കൂടെ കടപ്പിൻ, നീ കല്ല് പിറക്കിക്കള, നീ വഴികളെ ക്രമീകരിക്ക്, ചില പെരുവഴികളെ നീ വെട്ട്. കാരണം എന്താണെന്നറിയാമോ? ദൈവാത്മാവ് അവരോട് പറയുന്ന ഇത്രയേ ഉള്ളൂ, വരുവാനുള്ള ദൈവപ്രവർത്തിക്ക് നീ വഴി വെട്ടിക്കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മുൻപിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ബുധനാഴ്ച പറഞ്ഞ സന്ദേശത്തോടെ ചേർത്ത് ഇങ്ങനെ പറയുകയാണ്. ദൈവപ്രവൃത്തി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് എൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം നല്ലതാണ്. പക്ഷെ നിന്റെ ആഗ്രഹം നിനക്ക് പരിഹാരം ഉണ്ടാക്കത്തില്ല. ദൈവപ്രവൃത്തി വെളിപ്പെടണോ,
ചില ക്രമീകരണങ്ങൾ നീ തന്നെ ചെയ്തു കൊടുക്കണം. ദൈവ പ്രവൃത്തി നീ സഭയ്ക്കകത്ത് കാണണോ, അതിന് ക്രമീകരിക്കപ്പെടേണ്ട ചിലത് ക്രമീകരിക്കപ്പെടാൻ തന്നെ ചെയ്യണം. ഗിദിയോനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവാത്മാവിൽ ഞാൻ ബുധനാഴ്ച ഇങ്ങനെയാണ് ദൂത് പറഞ്ഞത്. ഗിദിയോന്റെ പരാക്രമം കണ്ടിട്ട് ദൈവാത്മാവ് ഗിദിയോനോട് പറഞ്ഞു, ഗിദിയോനെ നീ ഈ ദൈവശക്തിയോടെ ഇതേ ശക്തിയോടെ നീ പോയിക്കോ, നിന്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് ഗിദിയോനോട് പറഞ്ഞു. എന്നിട്ട് ഗിദിയോനോട് പറഞ്ഞ അടുത്ത കാര്യം എന്തുവാണെന്നറിയാമോ, നിന്റെ പക്കൽ വന്ന് ഞാൻ പ്രവർത്തിക്കണമെങ്കിലുണ്ടല്ലോ, നിന്റെ അപ്പനായി കെട്ടി ഉയർത്തിയ ബാലിന്റെ കോട്ടകൾ വിഗ്രഹങ്ങളെ നീ തകർത്ത് കളയണം. ഞാൻ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതിന്റെ കൂടെ നിൽക്കുന്ന അശ്വരയുടെ പ്രതിഷ്ഠകളെ നീ തകർത്ത് കളയണം. ഞാൻ പ്രവർത്തിക്കണമെന്നുണ്ടല്ലോ, ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു ആരാധന നിന്റെ യാഗപീഠത്തിൽ ഉയരട്ടെ എന്ന്. അങ്ങനെയാണെങ്കിൽ ആത്മമണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവസഭയോട് പറയട്ടെ, യെശയ്യാ പ്രവാചകൻ ഈ ജനതയോട് ദൂത് പറയുകയാണ്, നിന്റെ വെളിച്ചം പ്രകാശിക്കാൻ വേണ്ടി ഒരുങ്ങി വരുന്നുണ്ട്, നിനക്ക് വേണ്ടി ഒരുവൻ വരുന്നുണ്ട്. പക്ഷെ അവന് വേണ്ടി ചില പെരുവഴികൾ നിനക്ക് വെട്ടുവാൻ കഴിയട്ടെ, അവന് വേണ്ടി തടസ്സമായി നിൽക്കുന്ന ചില കല്ലുകളെ പിറക്കി കളയുവാൻ കഴിയട്ടെ, അവന് വേണ്ടി നിന്റെ ജീവിതത്തിൽ അവന്റെ പ്രവൃത്തി വെളിപ്പെടാതെ വെല്ലുവിളിയായി നിൽക്കുന്ന ചിലതിനെ ക്രമീകരിക്കുവാൻ കഴിയട്ടെ എന്ന് ഗിദിയോനോട് പറഞ്ഞതുപോലെ, ദൈവദാസൻ സങ്കീർത്തനം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ, നീയായിട്ട് ഒരുക്കി വച്ച ചിലതിനെയൊക്കെ നീയായി ഇറക്കി വിട്, നീയായിട്ട് വലിച്ചു കയറ്റി വെച്ച ചിലതിനെയൊക്കെ നീയായി ഇറക്കി വിട്, നീയായി വലിച്ചു വരുത്തതിനെ നീയായി ക്രമീകരിച്ചു കൊടു. ദൈവ പ്രവർത്തിക്ക് പദപ്പെട്ടു കൊടുക്കാൻ നിനക്ക് തയ്യാറാകാൻ കഴിയുമെങ്കിൽ, ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി നിങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ നിങ്ങൾക്ക് തയ്യാറാകുമെങ്കിൽ, ദൈവം ദൈവജനത്തോട് പറഞ്ഞ അതേ ദൂത് നിങ്ങളോട് പറയുകയാണ്, അവൻ പ്രകാശമായി നിങ്ങളുടെ മേൽ ഉദിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കാര്യത്തിന് ക്രമീകരണം വരുത്തേണ്ടതിന്, നിങ്ങളുടെ കാര്യത്തിന് പരിഹാരം വരുത്തേണ്ടതിന് അവൻ നിങ്ങളുടെ പക്കൽ തന്നെ മടങ്ങി വരും. അവൻ വന്ന് നിങ്ങളെ മടക്കി വരുത്തും. പക്ഷെ അതിന് നിങ്ങൾ ക്രമീകരിച്ചു കൊടുത്ത് മാത്രമേ പറ്റത്തുള്ളൂ. യാക്കോബിനോട് പറഞ്ഞ ഒരു ദൂതും കൂടെ ഞാൻ ബുധനാഴ്ച പറഞ്ഞായിരുന്നു. യാക്കോബ് പണ്ട് ചേട്ടനായ യേശാവിനെ ചതിച്ച് ഓടി 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 ക്ഷീണിച്ച് ലൂസ് എന്ന പട്ടണത്തിൽ തലവച്ചു. ഞാൻ ഈ ദൂത് നിങ്ങളോട് ശുശ്രൂഷയാണ്. ലൂസിൽ വെച്ച് ദൈവാത്മാവിനോട് പല ആലോചനകൾ പറഞ്ഞപ്പോൾ ലൂസിൽ വെച്ച് ബഥേലിൽ വെച്ച് ദൈവത്തെ നോക്കി യാക്കോബ് തിരിച്ചൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? കർത്താവേ, നീ പറയുന്നതെല്ലാം നീ ചെയ്ത് എന്നെങ്കിലും നീ എന്നെ മടക്കി കൊണ്ടുവന്നാൽ ഇവിടെ ഞാൻ നിനക്കൊരു ആലയം പണിയുമെന്ന് യാക്കോബ് വാഗ്ദത്തം പറഞ്ഞു. അവിടെ മുതൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് ദൈവം അവനോട് പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും നിവർത്തീകരിച്ച് എല്ലാ നന്മകളും അവനെ ഒരുക്കി കൊടുത്ത് ദൈവം വഴി നടത്തി വന്നു. വർഷങ്ങൾ 14-15 വർഷങ്ങൾ കഴിഞ്ഞുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിൽ വലിയ ഒരു അപകടത്തിൽപ്പെട്ട യാക്കോബ് നിൽക്കുകയാണ്. യാക്കോബ് പണ്ടത്തെ പോലെ യാക്കോബിനെ മറ്റൊരു പേടി അലട്ടി തുടങ്ങിയാണ്. 34-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ യാക്കോബ് തന്റെ മക്കളെ നോക്കി പറയുകയാണ്, നിങ്ങൾ എന്താ ചെയ്തതെന്നറിയാമോ? ഇനി എന്നെയും എൻ്റെ ഗ്രഹത്തിനെയും ഇവരെല്ലാരും കൂടെ കൊന്നൊടുക്കി കളയും, എന്നെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞ് യാക്കോബ് ഭയന്ന് വിഷമിച്ചു നിൽക്കുമ്പോൾ യാക്കോബിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവാത്മാവ് എന്താ പറഞ്ഞതെന്നറിയാം? 3-4 ദൂതുകൾ യാക്കോബിനോട് കൈമാറി. ഒന്ന് യാക്കോബിനോട് പറയുക, നീ കിടക്കുന്ന സ്ഥലത്ത് നീ എഴുന്നേറ്റ് നീ ബഥേലിലേക്ക് മടങ്ങി പോകാൻ. ആദ്യം പറഞ്ഞ ദൂത് എന്താണെന്നറിയാമോ? നീ യാക്കോബെ, നീ കുറെ ഓടി 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 പലതും ചേർത്തു, കുറെ ഓടി ഓടി പലതും നീ അവകാശമായി വെട്ടിപ്പിടിച്ചു. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഇനിയും നീ ഒരു ദൈവ പ്രവൃത്തി കാണണമെങ്കിൽ നീ എവിടെ തുടങ്ങിയോ അവിടേക്ക് മടങ്ങി പോകാൻ. ബഥേലിൽ വെച്ച് യാക്കോബ് ചെയ്ത ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടി യാക്കോബിന് നിവർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. യാക്കോബിനോട് ഇപ്പുറം വന്ന് ദൈവം പറയുകയാണ്, ബഥേലിലേക്ക് നീ മടങ്ങിപ്പോയി, നീ എന്നോട് പറഞ്ഞ ഉടമ്പടി ഒന്നും കൂടെ പുതുക്കി അതിനെ നിനക്ക് നിവർത്തീകരിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ഞാൻ നിവർത്തീകരിക്കുന്ന ദൈവമാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ ദൈവസഭയോട് പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ദൈവസന്നിധിയിൽ ചെയ്ത ഉടമ്പടികൾ നീ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി ചെന്ന് അതേ ഉടമ്പടികൾ ഒന്നും കൂടെ പുതുക്കി എടുത്തുകൊണ്ട്, ദൈവമേ, നിന്നോട് ഞാൻ ചെയ്ത ഉടമ്പടി നിവർത്തിക്കൊഴിച്ചു കൊള്ളാമെന്ന് നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം നിന്നോട് വിശ്വസ്തനായിരിക്കും. ദൈവം നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തിയിരിക്കും. 2, യാക്കോബിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്. യാക്കോബ് ദൈവജനത്തോട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്ന നിങ്ങളുടെ
നിങ്ങളുടെ പക്കലിരിക്കുന്ന എല്ലാ അന്യവിഗ്രഹങ്ങളെയും നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റിയിട്ടിട്ട് നിങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് വസ്ത്രം മാറിയിട്ട് വേണം യാത്ര എന്ന് പറഞ്ഞാൽ നീ ഒരു ദൈവ പ്രവൃത്തി കാണണമെങ്കിൽ ദൈവഹിതമില്ലാതെ നിന്റെ ജീവിതത്തിൽ ഇരിക്കുന്ന സകലതിനെയും പറിച്ചു കളഞ്ഞിട്ട് ഒരു ശുദ്ധീകരണം പ്രാപിച്ച് ഒരു ക്രമീകരണം പ്രാപിച്ച് നീ യാത്ര തുടങ്ങിയാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി കാണത്തുള്ളൂ എന്ന് നീ ഓർത്തുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ ആത്മമണ്ഡലങ്ങളില് ദൈവസഭയോട് ഇങ്ങനെ പറയട്ടെ, ചില പെരുവഴികൾ വെട്ടുവാൻ നിനക്ക് കഴിയട്ടെ, തടസ്സമായിരിക്കുന്ന ചില കല്ലുകളെ വാരിക്കളയുവാൻ നിനക്ക് കഴിയട്ടെ, ആത്മമണ്ഡലങ്ങളില് സഭയായി ക്രമീകരിക്കപ്പെടുവാൻ നിനക്ക് കഴിയട്ടെ. അങ്ങനെയാണെങ്കിൽ നിന്നെ തേടി വരുന്ന ഒരു ദൈവിക വിടുതലുണ്ട്, നിന്നെ തേടി വരുന്ന ഒരു ദൈവിക കരുതലുണ്ട്. അവന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം നീ കാണുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? സമയം അല്പം മുമ്പോട്ട് പോയെന്ന് എനിക്ക് നന്നായി അറിയാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ. നിന്റെ വിഷയം എന്തുമാകട്ടെ അത് ദൈവസന്നിധിയിലേക്ക് നീ എടുത്തുകൊണ്ട് പോകുക. പക്ഷെ ആ വിഷയത്തിന് മറുപടി നീ കാണണമെങ്കിൽ 3 കാര്യങ്ങൾ നീ അതിപ്രധാനമായി ചെയ്തേ പറ്റത്തുള്ളൂ. 1, ആത്മമണ്ഡലങ്ങളിൽ പോരാടുവാൻ നീ തയ്യാറാകണം. ആത്മമണ്ഡലങ്ങളിൽ നിനക്ക് വരുന്ന വിടുതലിന് വേണ്ടി പോരാടുവാൻ നിനക്ക് കഴിയണം. 2, സദാകാലം കാവൽ ചെയ്യുവാൻ നിനക്ക് കഴിയണം. സദാകാലം നിനക്ക് കാവൽ ചെയ്യുവാൻ കഴിയണം. ആത്മമണ്ഡലങ്ങളിൽ ജാഗ്രതയോടെ ചില ആത്മീക പോരാട്ടങ്ങൾക്ക് നീ ഒരുക്കപ്പെടുക. ആത്മമണ്ഡലങ്ങളിൽ ജാഗ്രതയോടെ ചില പ്രാർത്ഥനകൾക്ക് നീ ഒരുക്കപ്പെടുക. ആത്മമണ്ഡലങ്ങളിൽ ശത്രുവിനെതിരെ പാളയമറങ്ങി യുദ്ധം ചെയ്യുവാൻ ചില ആത്മീക മണ്ഡലങ്ങളിലേക്ക് നീ ഒരുക്കപ്പെടുവാൻ ദൈവാത്മാവിൽ ആഹ്വാനം ചെയ്യുകയാണ്. 3, ദൈവ പ്രവൃത്തി നിനക്കുണ്ടാകണമോ? ഒരു ക്രമീകരണം നിനക്കുണ്ടാകട്ടെ. പറിച്ചു മാറ്റത്തിലെ കുടുംബങ്ങൾക്കകത്ത് നിന്ന് നിനക്ക് പറിച്ചു മാറ്റാൻ കഴിയട്ടെ. പറിച്ചു മാറ്റേണ്ടതിന് സഭകൾക്കകത്തുനിന്ന് പറിച്ചു മാറ്റുവാൻ കഴിയട്ടെ. ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വേഗം ഒരു മടങ്ങി വരവ് ദൈവസന്നിധിയിൽ ഉണ്ടാകട്ടെ. വേഗം ഒരു മടങ്ങി വരവ് ഉണ്ടാകട്ടെ. നിന്നിലേക്ക് ഫലമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകളെ നീ മറന്നു കളയാതെ, നീ കാവൽ കാക്കാൻ ഏൽപ്പിക്കപ്പെട്ടവളാണെന്ന് മറന്നു കളയാതെ, കാവൽ കാക്കുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവനാണെന്ന് മറന്നു കളയാതെ ജാഗ്രതയോടെ നിനക്ക് കാവൽ കാക്കുവാൻ കഴിയട്ടെ. ക്രമീകരണതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കഴിയട്ടെ. നിനക്ക് വേണ്ടി തീർച്ചയായും അവനൊരു നന്മ ഒരുക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ